ഹായ് എവരി വൺ, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോൾ ഇന്ന് KTU റെഗുലേഷൻസിന്റെ അടുത്ത സെഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിൽ ലാസ്റ്റ് നമ്മൾ ഏതുവരെ എത്തിയിരുന്നു? സ്പെഷ്യൽ ലീവിനെ പറ്റിയും ഡ്യൂട്ടി ലീവ്സിനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ മുന്നോട്ടുള്ള ബാക്കിയുള്ള റെഗുലേഷൻസുകൾ എന്താണെന്ന് നോക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ 2024 സ്കീം, അതായത് ഇപ്പോൾ ചേർന്നിട്ടുള്ള S1കാരും കഴിഞ്ഞ വർഷം ചേർന്നിട്ട് ഇപ്പോൾ S3 എത്തിയവർക്കൊക്കെ ഇതേ റൂളാണ്. ഇനി 4 വർഷത്തേക്ക്, അതായത് ഈ അടുത്തൊരു സ്കീം വരുന്നവരെ ഇതായിരിക്കും റൂള്, യൂണിവേഴ്സിറ്റിന്റെ റൂള്. നിങ്ങൾക്കുള്ള റൂൾ ഇതാണ്. നിങ്ങൾ ശേഷം വരുന്ന ജൂനിയേഴ്സിനും ഇതായിരിക്കും റൂള് വരിക. ഓക്കെ, പിന്നെ ഇതിൽ എന്തുണ്ടാവും? ചെറിയ ചെറിയ രീതിയിലുള്ള എന്തുണ്ടാവും, യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടത്തും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അതൊന്നും ഒറ്റയടിക്ക് നടത്തുന്ന കാര്യങ്ങളായിരിക്കില്ല. അതൊക്കെ സിൻഡിക്കേറ്റ് യോഗം കൂടി ബോർഡ് ഓഫ് ഗവർണേഴ്സും മൊത്തത്തിൽ തീരുമാനം എടുത്തതിന് ശേഷം അതൊക്കെ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. ഓക്കെ, ഒന്നും കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും വരാറില്ല നോർമലി. അപ്പോൾ ഇനി ഫെയിൽഡ് ഡ്യൂ ടു എലിജിബിലിറ്റി, ആബ്സെന്റ്, എഫ് ഗ്രേഡ്, അതായത് FE ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി ഇല്ലാതെ നമ്മൾ തോറ്റുപോയി. പിന്നെ ഉള്ളത് ആബ്സെന്റ് ആവുന്ന കേസ്, പിന്നെ ഉള്ളത് F ഗ്രേഡ് കിട്ടുന്ന ഫെയിൽ ആവുന്ന കേസ്. ഓക്കെ, അത് എന്താണ് യൂണിവേഴ്സിറ്റി പറയുന്നതാണ് ഇനി പറയാവുന്നത്. സ്റ്റുഡൻറ് ഹു ഫെയിൽ ടു മീറ്റ് അറ്റൻഡൻസ് റിക്വയർമെന്റ് ടു ഗെറ്റ് ആൻ FE ഫെയിൽഡ് ഡ്യൂ ടു എലിജിബിലിറ്റി. അതായത് നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായി പോവും, എക്സാം എഴുതാൻ പറ്റാതെ ആവും, ഫെയിൽഡ് ഡ്യൂ ടു എലിജിബിലിറ്റി ആവും. അതായത് FE ഗ്രേഡ് വരും. FE ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പിന്നെയും പഠിക്കേണ്ടി വരും, ആ സബ്ജക്റ്റ് പിന്നെയും പഠിക്കണം. അതാണ് അതിന്റെ പ്രശ്നം. ഓക്കെ, ടു എലിജിബിലിറ്റി ഗ്രേഡ് ആൻഡ് കനോട്ട് റൈറ്റ് ദ ESI എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. ഈ FE സ്റ്റുഡൻറ് മസ്റ്റ് രജിസ്റ്റർ ഫോർ ദ കോഴ്സ് ഇൻ ദ സെമസ്റ്റർ വെൻ ഇറ്റ് ഈസ് നോർമലി ഓഫേർഡ് ഓർ വെൻ ദ കോളേജ് ഓഫർ ഇറ്റ്. അതായത് ഇവരെന്ത് ചെയ്യണം, പിന്നീട് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. വീണ്ടും രജിസ്റ്റർ ചെയ്ത് വീണ്ടും പഠിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അസൈൻമെന്റ് വെക്കേണ്ടി വരും, ഇന്റേണൽ എക്സാം എഴുതേണ്ടി വരും. ഓക്കെ, നിങ്ങൾ അതിൽ തോറ്റുപോയി, നിങ്ങൾക്ക് അതിൽ അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തോറ്റുപോയി. അപ്പോൾ FE സ്റ്റുഡൻറ് മസ്റ്റ് രജിസ്റ്റർ ഫോർ ദ കോഴ്സ് ഇൻ ദ സെമസ്റ്റർ വെൻ ഇറ്റ് ഈസ് നോർമലി ഓഫേർഡ്. എപ്പോഴാണ് ഓഫർ ചെയ്യുന്നത്? അപ്പോൾ വെൻ ദ കോളേജ് ഓർ വെൻ ദ കോളേജ്, അല്ലെങ്കിൽ കോളേജ് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടിയിട്ട് ആ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് തരണം. ഓക്കെ, അടുത്തത് ട്രയലിംഗ് സ്റ്റുഡൻറ് ദോസ് ഹു ഫിനിഷ് 8 സെമസ്റ്ററും those who finish 8 semester but have backlogs. അതായത് 8 സെമസ്റ്ററും പഠിച്ചു എന്നിട്ട് അവൻ എന്തുണ്ട്, ബാക്ക്ലോഗ്സ് സപ്ലി ഉണ്ടെങ്കിൽ ക്യാൻ രജിസ്റ്റർ ഫോർ FE കോഴ്സ് വിത്തൗട്ട് എ ക്രെഡിറ്റ് ലിമിറ്റ്. ക്രെഡിറ്റ് ലിമിറ്റ് നോക്കാതെ തന്നെ എന്ത് ചെയ്യാം, FE കോഴ്സ് രജിസ്റ്റർ ചെയ്യാം. Trailing students those who finish 8 semesters and can register for FE course without a credit limit. ക്രെഡിറ്റ് ലിമിറ്റ് നോക്കാതെ തന്നെ എന്ത് ചെയ്യാം, അവർക്ക് ആ കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് 8 സെമസ്റ്റർ, ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയറോ അല്ലെ സെക്കൻഡ് ഇയറോ ആയിട്ടുള്ളൂ. ഇപ്പം 8 സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 4 കൊല്ലം പഠിച്ചിട്ട് അവർക്ക് അരിയർ ഉള്ളവർക്ക് ഇതേപോലെ ചെയ്യാം. ഇഫ് ദ സിലബസ് ആസ് ചേഞ്ച്ഡ്, സിലബസ് എങ്ങാനും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ FE സ്റ്റുഡൻറ് മസ്റ്റ് ഫോളോ ദ ന്യൂ സിലബസ്. അതാണ് അതിന്റെ കാര്യം. അതായത് ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾക്കൊരു ഫെയിൽഡ് ഡ്യൂ ടു എലിജിബിലിറ്റി ആയി, FE ഗ്രേഡ് ആയി പോയി, അറ്റൻഡൻസ് ഇല്ലാതെ നിങ്ങൾ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇനി അഥവാ ഈ സിലബസ് മാറാം, പിന്നീട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ സിലബസ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നേന്ന് പഠിക്കേണ്ട, എന്തായാലും ഒന്നേന്ന് പഠിക്കണം. അപ്പോൾ പുതിയ സിലബസ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പഠിക്കേണ്ടി വരിക. സ്റ്റുഡൻറ് ഓപ്റ്റ് ഔട്ട് of an ESI except in the 8th semester they will get an absent grade but must be register for the next exam. അതായത് ഒരു കുട്ടി ആബ്സെന്റ് ആയിപ്പോയി, അതായത് എൻഡ് സെമസ്റ്റർ എക്സാം എഴുതിയില്ല, ഇത് 8th സെമസ്റ്ററിന് ബാധകമല്ല, അല്ലാത്ത കുട്ടികൾക്കാണ്. സ്റ്റുഡൻറ് മേ ഓപ്റ്റ് ഔട്ട് ഓഫ് ESI എക്സെപ്റ്റ് ഫോർ ദ 8th സെമസ്റ്റർ. 8th സെമസ്റ്ററിന്റെ കൂട്ടാത്ത കാര്യമാണ് പറയുന്നത്. ദേ വിൽ ഗെറ്റ് ആബ്സെന്റ് ഗ്രേഡ് ആണ് കിട്ടുക, ആബ്സെന്റ് ഗ്രേഡ് ആണ് കിട്ടുക. ബട്ട് മസ്റ്റ് രജിസ്റ്റർ ഫോർ ദ നെക്സ്റ്റ് എക്സാം. ഇനി വരുന്ന എക്സാമിന് എന്ത് ചെയ്യണം, വീണ്ടും എക്സാം ഫീസ് അടച്ച് എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അന്ന് എക്സാം എഴുതാനും പറ്റിയില്ല, ആബ്സെന്റ് ആയി പോയി.
ഓക്കെ, അവരെന്തായിട്ടാണ് വരുന്നത്? അടുത്ത എക്സാം സപ്ലൈ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ഇവന്റ്സിനും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോയിട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സപ്ലൈ ആയിട്ട് കൂട്ടാതെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടും എന്നാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇഫ് ദേ മിസ് ദ നെക്സ്റ്റ് ചാൻസ് ആബ്സെന്റ് ബിക്കം എഫ് ആവും. അതായത് അത് ആബ്സെന്റ് എന്ന് പറഞ്ഞ ഗ്രേഡിലാണ് കിടക്കുക. അടുത്ത ഗ്രേഡ് ഇഫ് ദേ മിസ് ദ നെക്സ്റ്റ് ചാൻസ്, അടുത്ത ചാൻസ് മിസ്സായി പോയി കഴിഞ്ഞാൽ എന്താവും? ആബ്സെന്റ് ബിക്കം എഫ് ഗ്രേഡിലോട്ട് മാറും. ആബ്സെന്റ് ബിക്കം എന്താവും? ഫെയിൽഡ് എന്ന് പറഞ്ഞ ഗ്രേഡിലോട്ട് മാറും. ഓക്കെ, ഇഫ് എ സ്റ്റുഡൻറ് ഈസ് ആബ്സെന്റ്, അതായത് 2 വട്ടം ആദ്യത്തെ തവണ നമ്മൾ ഇത് പറയുന്നത്, ആദ്യത്തെ തവണ നമ്മൾ എന്ത് ചെയ്തു? ESC ഓപ്റ്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കുട്ടിക്ക് ഈ സെമ്മിൽ, അതായത് S1 എക്സാം ആ സെമ്മിൽ എഴുതാം, അല്ലെങ്കിൽ എങ്ങോട്ട് എഴുതാം? അടുത്ത സെമ്മിലോട്ട് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് അപ്ലൈ ചെയ്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു മുന്നേ. അങ്ങനെ ഉള്ളവരുടെ എന്താ ആദ്യം ഗ്രേഡ് വരിക? ആബ്സെന്റ് എന്ന് പറഞ്ഞ ഗ്രേഡാണ് വരിക. പക്ഷെ അടുത്ത ചാൻസ് വരുന്ന സമയത്തും കുട്ടി എഴുതിയിട്ടില്ലെങ്കിൽ അത് എന്താവും? ഫെയിൽഡ് എന്നുള്ള രീതിയിലാണ് വരിക. ഫെയിൽഡ് എന്ന് പറഞ്ഞ സാധനം പിന്നെന്തായി വരും? നമ്മൾ സപ്ലി എഴുതിയിട്ട് തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആബ്സെന്റ് ബിക്കം എഫ് ആവും. ഇഫ് എ സ്റ്റുഡൻറ് ഈസ് ആബ്സെന്റ് ഇൻ ദ 8th സെമസ്റ്റർ, 8th സെമസ്റ്ററിലാണ് ഒരു സ്റ്റുഡൻറ് ആബ്സെന്റ് ആവുന്നെങ്കിൽ ESCക്ക് അല്ലെങ്കിൽ ഓണർ ഓർ മൈനർ എക്സാം ദേ ഡയറക്റ്റ്ലി ഗെറ്റ് ആൻ എഫ് ഗ്രേഡ്. അതായത് ഇപ്പൊ S7 ഒരു സബ്ജക്റ്റ് ആണ്, ഓൻ എന്താണ് S7 എഴുതാതെ S8 മാറ്റി വെക്കുകയാണെങ്കിൽ ഓനക്ക് എന്ത് എഴുതാൻ പറ്റും? അത് ആബ്സെന്റ് ഗ്രേഡ് ആണ് വരിക. ഇനി S8 എഴുതി എടുത്താൽ മതി, അപ്പൊ നമുക്ക് എന്താവും? ഓക്കെ ആവും. പക്ഷെ ആ സമയത്ത് എഴുതിയിട്ടില്ലെങ്കിൽ എന്താവും? അത് ഫെയിൽഡിലോട്ടാവും. പക്ഷെ 8ാമത്തെ സെമസ്റ്ററിൽ അത് ബാധകമല്ല. 8ാമത്തെ സെമസ്റ്ററിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എന്താ കിട്ടുക? എഫ് ഗ്രേഡാ കിട്ടുക, ആബ്സെന്റ് ഗ്രേഡ് അല്ല കിട്ടുക. ഇനി പാസ് ക്രൈറ്റീരിയ. ടു പാസ് എ കോഴ്സ് മിനിമം 40% ഇൻ ESC ആൻഡ് മിനിമം 50% ഇൻ ഓവറോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു എക്സാം പാസ്സാവണമെങ്കിൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് നിങ്ങൾക്ക് 40% മാർക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചില എക്സാമുകൾ 60 മാർക്കിനായിരിക്കും. 60 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാം ഉള്ളതിന് എന്ത് വേണം? അതിൻ്റെ 40% വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മാർക്ക് വേണം. ചില എക്സാമുകൾ 60 മാർക്കിനായിരിക്കും. അത് ഏത് തരം തിയറി കോഴ്സിൻ്റെ എക്സാമുകൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് 2:3 റേഷ്യോയിൽ വരുന്ന 60 മാർക്കിന് വരുന്ന എക്സാമുകൾ നിങ്ങൾക്ക് 40% കിട്ടുമ്പോൾ എത്ര മാർക്ക് വേണം? 24 മാർക്സ് വേണ്ടി വരും. അതേ സമയത്ത് 50 മാർക്കിനുള്ള എക്സാമുകളുണ്ട്. അവിടെ എന്ത് വരും? 50/20 മാർക്ക് മതി പാസ്സാവാൻ. ചിലത് 40 മാർക്കിനുള്ള എക്സാമുകൾ ഉണ്ടാവും. അവിടെ നമുക്ക് ഇത്ര വേണ്ടി വരും. 40 മാർക്കിൻ്റെ എക്സാമിന് പാസ്സാവാൻ ഇത്ര മാർക്ക് വേണ്ടി വരില്ല. ആകെ 16 മാർക്കേ ആവശ്യം ഉണ്ടാവുള്ളൂ. യൂണിവേഴ്സിറ്റിക്ക് 16 വാങ്ങിയാൽ പാസ്സാവും. പക്ഷേ യൂണിവേഴ്സിറ്റിയെ പാസ്സായിട്ടുള്ളൂ. അവിടെയാണ് അടുത്ത ടെസ്റ്റ് വരുന്നത്. ഇത് കൂടാതെ ടോട്ടൽ ഓവറോൾ മാർക്ക് എത്ര ആയിരിക്കണം? അതായത് ഇന്റേണൽ മാർക്കും എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ മാർക്കും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% മാർക്ക് കിട്ടണം. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ 60 മാർക്കിൻ്റെ ESC എൻഡ് സെമസ്റ്റർ എക്സാം എഴുതി 24 മാർക്ക് വാങ്ങും. ഇവന് പാസ്സാവാനായോ? ഫസ്റ്റ് ക്രൈറ്റീരിയ ഓക്കെ. സെക്കൻഡ് എന്താണ്? ടോട്ടൽ 60ഉം 40 മാർക്കിന് ഇന്റേണലാണ്. അപ്പം 100 മാർക്കിനാണെങ്കിൽ 50 മാർക്ക് കൂട്ടുമ്പോൾ എന്ത് വേണം? 50 മാർക്ക് വേണം. അപ്പം 50 മാർക്ക് ഉണ്ടെങ്കിലേ ഇവൻ പാസ്സാവുള്ളൂ. കാരണം ടോട്ടൽ 50 ഔട്ട് ഓഫ് 100 ഉണ്ടെങ്കിലേ ഇവൻ പാസ്സാവുള്ളൂ. ഓക്കെ, ഇതിൽ ഈ 50-ൽ ആരൊക്കെ വേണം? CIA ഇന്റേണൽ മാർക്ക് വേണം, ESC മാർക്കും വേണം. ഇപ്പോൾ ഇവിടെ 24 മാർക്ക് കിട്ടിയാൽ പാസ്സാവും. 24 മാത്രം മതിയോ? ഇല്ല, പിന്നെ എത്രയും കൂടി വേണം? 50 - 24 26 മാർക്ക് ഇന്റേണൽ മാർക്കും കൂടി ഉണ്ടെങ്കിലേ പാസ്സാവുള്ളൂ. ഈ 26 മാർക്ക് എത്രയിലാ അറിയോ? 26 ഔട്ട് ഓഫ് 40 ആണ്. 40-ൽ 26 ഇന്റേണൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള പേപ്പറിൽ 40-ൽ 26 നിങ്ങൾക്ക് ഇന്റേണലി കിട്ടിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റിക്ക് അതിനനുസരിച്ച് മാർക്ക് കൂട്ടിയെടുക്കണം.
അപ്പൊ നിങ്ങൾക്ക് 24 എടുത്താൽ മതിയാവോ? ഇല്ല. ഇപ്പൊ ഒരാൾക്ക് 20 മാർക്ക് ഇന്റേണൽ കിട്ടിയുള്ളൂ 40 വിചാരിക്കുക. അപ്പൊ 20 മാർക്കേ കിട്ടിയുള്ളൂ, 6 മാർക്കിന്റെ കുറവുണ്ട്. അപ്പൊ ഇവിടെ ഒരു 6 മാർക്ക് കൂടുതൽ എടുത്താലേ നിങ്ങൾ പാസ്സാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ഉള്ളത് അപ്പൊ 30 എടുക്കേണ്ടി വരും. 30 20 കൂട്ടുമ്പോൾ 50 ആവും. അപ്പൊ നിങ്ങൾ പാസ്സാവും. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം? 50 മാർക്ക് വേണം. 50% വേണം. 50 മാർക്ക് വേണം. ഓക്കെ. അതേസമയം രണ്ടും കൂടി കൂട്ടിയിട്ട് വെറും 50 കിട്ടിയതുകൊണ്ട് പാസ്സാവുന്നില്ല. അതേസമയം 40% മാർക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് വാങ്ങണം. അതായത് 60 മാർക്കിന്റെ യൂണിവേഴ്സിറ്റി എക്സാമിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, 24 മാർക്ക് മിനിമം വാങ്ങിയിരിക്കണം. ഓക്കെ. കൂടാതെ മൊത്തം ഇന്റേണലും ഇതും കൂടി കൂട്ടുമ്പോൾ 50 മാർക്കും വാങ്ങിയിരിക്കണം. അത് ടോട്ടൽ 60 40 ആവുമ്പോൾ 100 ആയിരിക്കും. ഇതേ കാൽക്കുലേഷൻ നമുക്ക് എന്തിലും ചെയ്യാം. ഇതേ കാൽക്കുലേഷൻ 50 മാർക്കിന്റെ സാധനത്തിൽ നമുക്ക് വെറും, അതായത് 50 മാർക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് വെറും 20 മാർക്ക് മതി. പക്ഷെ നമ്മൾ പാസ്സാവണമെങ്കിൽ ഇപ്പൊ ഇന്റേണൽ എത്ര വാങ്ങണം? 30 മാർക്ക് വാങ്ങേണ്ടി വരും. എത്രയില്? 50-ലെ 30 മാർക്ക് വാങ്ങിയാലേ ഈ 50 1:1 റേഷ്യോയിൽ വരുന്ന സബ്ജക്റ്റുകൾ വരും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. തിയറി കോഴ്സിന് 2:3 ആണ്. അതായത് 40-60 മാർക്കാണ്. ഈ കേസിൽ നിങ്ങൾക്ക് എത്ര വേണ്ടി വരും? മിനിമം മാർക്കാണ് ഞാൻ പറയുന്നത്. ഇത് 40:60 ആയിരിക്കും. ഇവിടെ 60:40 ആയിരിക്കും. ഇവിടെ 50:50 ആയിരിക്കും. ഇവിടെ 50:50 ആയിരിക്കും. ഇവിടുത്തെ മിനിമം മാർക്കും മാക്സിമം മാർക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ESAന്റെ അവസ്ഥ എന്താന്ന് പറയാം. ESAന്റെ അവസ്ഥ പറയാം. പിന്നെ നമുക്ക് CAന്റെ അവസ്ഥ പറയാം. കാരണം ESA ആണല്ലോ ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഇവിടെ 24 മാർക്ക് മിനിമം ആണ്. ഇവിടെ 16 മാർക്ക്, ഇവിടെ 20 മാർക്ക്, ഇവിടെ 20 മാർക്ക്. അപ്പോൾ ടോട്ടൽ എത്ര വേണം? 100ക്ക് എത്ര മാർക്ക് വേണം? 50 മാർക്ക് വേണം. എന്നാലേ 50% ആവുള്ളൂ. ഇവിടെ മിനിമം അപ്പം എത്ര വേണ്ടി വരും? ഇവിടെ എത്ര വേണ്ടി വരും? 26 വേണ്ടി വരും. ഇവിടെ എത്ര വേണ്ടി വരും? ഇവിടെ 16 മാർക്കുള്ളൂ. ഇനി 50-ന്ന് 16 കുറക്കണം. 35 34 അല്ലേ? ഇവിടെ എത്ര വേണം? 30 മാർക്ക് വേണം. 30 മാർക്ക് വേണം. ഓക്കെ. ഈ 30 മാർക്ക് ഔട്ട് ഓഫ് ഈ 20 മാർക്ക് ഔട്ട് ഓഫ് 50 ആണ്. ഇത് 50 ആണ്. ഇത് 40 ആണ്. ഇത് 60 ആണ്. ഇത് ഔട്ട് ഓഫ് 50 ആണ്. ഇത് 50 ആണ്. ഇത് 60 ആണ്. ഇത് 40 ആണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ മാർക്ക് ഇത് നിങ്ങൾ എന്തായാലും എക്സാമിന് എഴുതിയെടുത്തേ പറ്റുള്ളൂ. അതിലൊരു ഡൗട്ടും ഇല്ല. ഇത് കിട്ടിയാലേ പറ്റുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് എങ്ങാനും ഇന്റേണൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് കൂടുതൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്റേണൽ കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ എങ്ങനെ പാസ്സാവും എന്നുള്ളതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിനൊന്നും നിൽക്കരുത്. എന്ത് ചെയ്യുക? നല്ല ഇന്റേണൽ മാർക്ക് വാങ്ങുക, നല്ല പഠിക്കുക, നല്ല ഇന്റേണൽ മാർക്ക് വാങ്ങുക, നല്ല എന്തും വാങ്ങുക, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്ക് വാങ്ങുക, അതായത് യൂണിവേഴ്സിറ്റി എക്സാം മാർക്കും വാങ്ങുക, നല്ല ഗ്രേഡ് എടുക്കുക. അത്ര തന്നെ. ഓക്കെ. ഇനി അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഫോർ CIE only കോഴ്സ്, അതായത് ഇന്റേണൽ എക്സാം മാത്രമുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതിൽ വേറെ വർത്താനൊന്നുമില്ല. നേരെ 50% ആവശ്യമുണ്ട്. 50% മാർക്ക് വാങ്ങിയിരിക്കണം. ഓക്കെ. ഇഫ് എ സ്റ്റുഡൻറ് ഫെയിൽ, അതായത് F ഗ്രേഡ് കിട്ടി, ദേ മസ്റ്റ് അപ്പിയർ ഫോർ ദ നെക്സ്റ്റ് ESA. അവരെന്ത് ചെയ്യുക? അടുത്ത എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് അപ്പിയർ ചെയ്യുക. റീ രജിസ്ട്രേഷൻ ഈസ് നോട്ട് അലൗഡ് ഫോർ ദ സെയിം കോഴ്സ്. അതായത് ഒരാൾ എക്സാം എഴുതി, അവന് തോറ്റു. ഈ തോറ്റെടുത്തതിന് പിന്നെയും സബ്ജക്റ്റ് കോഴ്സ് പോയി പഠിക്കാൻ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അവനെന്ത് ചെയ്യുക? അടുത്ത എക്സാം വീണ്ടും സപ്ലൈ ചെയ്താനേ പറ്റുള്ളൂ. വീണ്ടും ഒന്നേന്ന് പോയിട്ട്
കോഴ്സ് പഠിക്കാൻ പറ്റില്ല, അവൻ എന്ത് ചെയ്യുക, സപ്ലി ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഇത്. സപ്ലി മീൻസ് സപ്ലിമെന്ററി എക്സാം എഴുതാം. സ്റ്റുഡൻറ് ഹു ഫെയിൽ ഇൻ CIE only കോഴ്സ് ഓർ ഡ്യൂ ടു ഇൻഎലിജിബിലിറ്റി. ഓക്കെ, സ്റ്റുഡൻറ് ഹു ഫെയിൽ ഇൻ CIE only കോഴ്സ് എന്ന് കഴിഞ്ഞാൽ ഒരു കുട്ടി ഇന്റേണൽ മാർക്ക് മാത്രം എടുക്കുന്ന ഏത് സബ്ജക്റ്റിൽ തോറ്റുപോയി. ഓർ ഡ്യൂ ടു ഇൻഎലിജിബിലിറ്റി, അറ്റൻഡൻസ് ഇല്ലാതെ ഇൻഎലിജിബിലിറ്റി ആവുന്ന കേസുകളുണ്ടാവും. അവർക്ക് എന്താ കിട്ടുക, ഫെയിൽ ഡ്യൂ ടു എലിജിബിലിറ്റി, FE ഗ്രേഡാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രേഡ് എങ്ങനെയായിരിക്കും ഗ്രേഡ് കിട്ടുക, എന്തൊക്കെ ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ. അതായത് ഒരു കുട്ടിക്ക് 90% ആൻഡ് അബോവ് മാർക്ക്. ഈ അബോവ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ 90% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടലാട്ടോ, ടോട്ടൽ മാർക്കിൻ്റെയാണ്. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ESE എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ മാർക്കും ഇന്റേണലിൻ്റെ മാർക്കും കൂടി കൂട്ടിയിട്ട് 90% അബോവ് മാർക്ക് ഉണ്ടെങ്കിൽ അവന് S ഗ്രേഡ് കിട്ടും. അവന് S ഗ്രേഡ് കിട്ടും. ഓക്കെ, S ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഗ്രേഡ് പോയിന്റ് എന്തായിരിക്കും, 10 ആയിരിക്കും. ഇനി 85 to 90% ആണെങ്കിൽ അവന് A+ കിട്ടും, 9 ആയിരിക്കും എന്തുണ്ടാവുക, ഗ്രേഡ് പോയിന്റ്. ഒന്നുമില്ല, ഈ മാക്സിമം ആണ് എടുക്കുന്നത്, മാക്സിമത്തിൻ്റെ ഇതിലാണ് നോക്കിയാൽ മതി. ഓക്കെ, 90% അബവ് ആണെങ്കിൽ, അതായത് 90% to 100% ആണെങ്കിൽ 10 എടുക്കും, S കിട്ടും. അതേപോലെ 85 to 90 ആണെങ്കിൽ A+ കിട്ടും, 9 പോയിന്റ് കിട്ടും. അതുപോലെ 80 to 85 ആണെങ്കിൽ A ഗ്രേഡ് ആയിരിക്കും, 8.5 ഗ്രേഡ് പോയിന്റ് കിട്ടും. അതേപോലെ 75 to 80 ആണെങ്കിൽ ഏതായിരിക്കും, B+ ആയിരിക്കും, 8 ആയിരിക്കും ഗ്രേഡ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 70% to 75 ആണെങ്കിൽ B ഗ്രേഡ് കിട്ടും, 7.5 കിട്ടും, ഗ്രേഡ് പോയിന്റ് കിട്ടും. സിമിലർലി എല്ലാം അങ്ങനെ തന്നെ. അത് കംപ്ലീറ്റ് ചാർട്ട് ആര് തന്നിട്ടുണ്ട്, KT തന്നിട്ടുണ്ട്. നമ്മളെ ഗ്രേഡുകൾ S, A+, A, B+, B, C+, C, D ഇതുവരെ കണ്ടോ. 55 മുതൽ 60% മാർക്കാണെങ്കിൽ 55 മുതൽ 60% മാർക്കാണെങ്കിൽ നമുക്ക് D ഗ്രേഡ് കിട്ടും. നമ്മളെ ഗ്രേഡ് പോയിന്റ് എത്ര ആയിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, ഇനി 50% മുതൽ 55%, 50% ഒരാൾ പാസ്സാവാനുള്ള മിനിമം മാർക്ക്. അങ്ങനെയാണെങ്കിൽ അവന് കിട്ടുന്നത് P ഗ്രേഡ് ആയിരിക്കും, അതായത് ജസ്റ്റ് പാസ് എന്നുള്ള ഗ്രേഡ് ആയിരിക്കും കിട്ടുക. 50% അതിൻ്റെ 50% മുതൽ 55% വരെ അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഗ്രേഡ് പോയിന്റ് കിട്ടുക, 5.5. ഇനി ഒരാൾ തോറ്റുപോയി, അങ്ങനെയാണെങ്കിൽ അവൻ F ഗ്രേഡ് കിട്ടും, അവൻ ഗ്രേഡ് പോയിന്റ് 0 ആയിരിക്കും. അതായത് 50% താഴെ, ഓവറോൾ എടുക്കുമ്പോൾ 50% താഴെ, അല്ലെങ്കിൽ എൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമിനേഷന് 40% താഴെ, അല്ലെങ്കിൽ ആബ്സെൻറ്റ് ആവുക. ഫോർ ഓണേഴ്സിനും മൈനേഴ്സിനൊക്കെ അതേപോലെ തന്നെ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ എന്തായി, മുൻ ഫെയിലായി, 0 മാർക്ക് കിട്ടി, 0 ഗ്രേഡ് പോയിന്റ് കിട്ടി. ഇനി എലിജിബിലിറ്റി ഇല്ലാതെ ആയിക്കഴിഞ്ഞാലും അവനെന്ത് കിട്ടും, 0 ഗ്രേഡ് ആയിരിക്കും. അതിനുള്ള എന്താ, ഡ്യൂ ടു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മെയിനായിട്ട് എന്താണ്, നമ്മുടെ അറ്റൻഡൻസ് ഇല്ലാത്തതാണ്. പിന്നെ കൂടാതെ ഇന്റേണൽ എക്സാം മാത്രമുള്ള കോഴ്സ്, ഇന്റേണൽ മാർക്ക് മാത്രം എടുക്കുന്ന കോഴ്സിനും ഫെയിൽ ആയാലും അവന് എന്താ കിട്ടുക, FE ഗ്രേഡ് കിട്ടുക. ആബ്സെന്റ് എന്താണ്, അസൈൻ ടു എ സ്റ്റുഡൻറ് ഹു, അതായത് ഈ റെഗുലർ ESE അടുത്ത ഇപ്പൊ S1 പഠിക്കുന്നവന് ആ ESE അവന് ആബ്സെന്റ് ചെയ്ത് കളഞ്ഞു, മീൻസ് അവന് മാറ്റി വെച്ചു, അടുത്ത സെമ്മിലോട്ട് മാറ്റി വെച്ചു. അങ്ങനെയുള്ളവൻ അടുത്ത ബട്ട് സ്റ്റിൽ മീറ്റ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ അവൻ ഓക്കെ ആയിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല, ഈ സമയത്ത് എൻ സെമസ്റ്റർ എക്സാം എഴുതാത്തത് അങ്ങോട്ട് മാറ്റി വെച്ചു, അടുത്ത സെമ്മിലോട്ട് മാറ്റി വെച്ചവരാണ് ആബ്സെന്റ് ആവുക. ഓക്കെ, പക്ഷെ അവർ അടുത്ത സെമ്മിലും അത് ആബ്സെന്റ് ആക്കി കളഞ്ഞാൽ എന്താ പോവും, അത് ഫെയിൽഡ് ആയി പോവും, F ഗ്രേഡ് ആയി പോവും, എക്സെപ്റ്റ് 8th സെമസ്റ്റർ. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിടെക് ഡിഗ്രിയുടെ ക്ലാസിഫിക്കേഷൻ തന്നെ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടണമെങ്കിൽ അവൻ്റെ CGPA 8 മുതൽ
അതിൻ്റെ CGPA 8 അതിൻ്റെ മുകളിലും ആണെങ്കിലാണ് അവനക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടുക. ഇനി ഫസ്റ്റ് ക്ലാസ് കിട്ടണമെങ്കിൽ CGPA ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6.5 മുതൽ 8 വരെ ആണെങ്കിൽ അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന പറഞ്ഞത്. അത് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ 8 CGPA മുകളിലാവും. ആൻഡ് ഫസ്റ്റ് ക്ലാസ് മാത്രമാണെങ്കിൽ CGPA എന്ത് വരും? ഗ്രേറ്റർ ദാൻ 6.5 to 8. ഓക്കെ അല്ലേ? ഇക്വലന്റ് പെർസെൻറ്റേജ് മാർക്ക് ഷുഡ് ബി, ഇനി നമുക്ക് എത്രയാണോ CGPA കിട്ടുന്നത് അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 8 CGPA ഉണ്ടെങ്കിൽ അവൻ 80% ആണ് അവൻ്റെ പാസ് പെർസെൻറ്റേജ്. ഓക്കെ അല്ലേ? ഇനി സെമസ്റ്റർ ഗ്രേഡ് കാർഡും ആൻഡ് കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും CGC എന്ന് പറയും. A grade card shall be issued to each eligible student at the end of each semester. എല്ലാ സെമസ്റ്ററിൻ്റെയും എൻഡിൽ അവൻ എന്ത് കിട്ടും? ഒരു ഗ്രേഡ് കാർഡ് കിട്ടും. ഇത് നമ്മളുടെ KTUവിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ ഉണ്ടാവും, അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ആൻഡ് എ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വിൽ ബി ഇഷ്യൂഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ അവസാനമാണ് എന്ത് ചെയ്യുക? കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് കിട്ടുക. അതായത് ഓരോ സെമ്മിൻ്റെ അവസാനവും ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? ഗ്രേഡ് കാർഡ് കിട്ടും. ഓക്കെ. പക്ഷെ എല്ലാ സെമ്മും കഴിഞ്ഞ് 8 സെമസ്റ്ററും കഴിയുമ്പോൾ, ഫുൾ പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൺസോളിഡേറ്റ് ആയിട്ടുള്ള എല്ലാ സെമ്മിൻ്റെയും ഡീറ്റെയിൽസ് ഉള്ള എന്ത് കിട്ടും? ഗ്രേഡ് കാർഡ് കിട്ടും. അതായത് അവൻ്റെ സബ്ജക്റ്റ് ഏതാണ്, സബ്ജക്റ്റ് കോഡ് എന്താണ്, എന്താണ് പാസ്സായത്, എന്താണ് ഗ്രേഡ്, അതൊക്കെ ഉണ്ടാവും ഇതിൽ. ഓക്കെ. ഗ്രേഡ് കാർഡ് ഫോർ രജിസ്റ്റേർഡ് കോഴ്സ് വിൽ ബി അവൈലബിൾ ഇൻ ദ സ്റ്റുഡൻറ് ലോഗിൻ പോർട്ടൽ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സെമസ്റ്റർ. എല്ലാ സെമസ്റ്ററിൻ്റെ എൻഡിൽ സ്റ്റുഡൻറ് ലോഗിൻ പോർട്ടൽ ഉണ്ടാവും. ദ ഗ്രേഡ് കാർഡ് വിൽ ഷോ ദ കോഴ്സ് നെയിം, കോഴ്സ് കോഡ്, ഗ്രേഡ് ആൻഡ് ക്രെഡിറ്റ് ഏൺ ഫോർ ഈച്ച് രജിസ്റ്റേർഡ് കോഴ്സിൽ ഏൺ ചെയ്ത ക്രെഡിറ്റ് ഉണ്ടാവും. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് ദ മന്ത് ആൻഡ് ഇയർ ഓഫ് ദ എക്സാമിനേഷൻ ഫോർ ഈച്ച് കോഴ്സ്. ഓരോ കോഴ്സിൻ്റെയും മന്ത് ആൻഡ് ഇയർ ഉണ്ടാവും. അലോങ് വിത്ത് ദ സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ SGPA ഉണ്ടാവും. ആ സെമസ്റ്ററിൻ്റെ ഗ്രേഡ് പോയിന്റ് ആവറേജും ഉണ്ടാവും. ദ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് CGPA will be included in the semester grade card only if the students has cleared all course and has no backlog at the time of declaration. അതായത് CGPA ഇപ്പോൾ സെമസ്റ്റർ ഗ്രേഡ് കാർഡിൽ ഉണ്ടാവും only if the student has cleared all course. എല്ലാ സബ്ജക്റ്റും പാസ്സായാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ആസ് നോ ബാക്ക്ലോഗ്, ഒറ്റ അരിയർ ഉണ്ടാവാൻ പാടില്ല അറ്റ് ദ ടൈം ഓഫ് റിസൾട്ട് ഡിക്ലറേഷൻ. റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഒരു സപ്ലിയും ഇല്ലെങ്കിൽ, ഒരു സബ്ജക്റ്റും ഫെയിൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മൾ ആ സർട്ടിഫിക്കറ്റിൽ, ഓരോ സെമസ്റ്ററിൻ്റെയും സർട്ടിഫിക്കറ്റിൽ SGPA ഉണ്ടാകുന്ന പോലെ CGPA വരുള്ളൂ. ഓക്കെ. എനി FE or absent grade will be removed from the grade card once the course is successfully completed. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് S1ൻ്റെ ഒരു സബ്ജക്റ്റ് പോയി എന്ന് വിചാരിക്കാം. നിങ്ങളെ ഗ്രേഡ് കാർഡ് വരുന്ന സമയത്ത് ആ സബ്ജക്റ്റിന് 0 ആയിരിക്കുമല്ലോ, കാരണം നിങ്ങൾ തോറ്റു, നിങ്ങൾക്ക് 0 ആയിരിക്കും, അതിന് ഗ്രേഡ് പോയിന്റ് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്താവും? ഗ്രേഡ് കാർഡ് വീണ്ടും റീജനറേറ്റ് ചെയ്ത് അവിടെ എന്താവും? അപ്പം കിട്ടിയ ഗ്രേഡ് മാറി വരും. ഓക്കെ അല്ലേ? അതായത് Fഉം FEയും ആബ്സെൻറ്റും കിട്ടിയവർക്ക് ആ ഇത് റിമൂവ്ഡ് ഫ്രം ദ ഗ്രേഡ് കാർഡ് ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് മാറും. After earning the required credit for the degree, the university will issue a final consolidated grade card വരും for the BTech program. BTech പ്രോഗ്രാമിൻ്റെ എന്തുണ്ടാവും? ഫൈനൽ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വരും. The consolidated grade card will include CGPA ഉണ്ടാവും and reflect the student overall performance in all semester. എല്ലാ സെമസ്റ്ററിലുള്ള ഓവറോൾ പെർഫോമൻസ് അതിലുണ്ടാവും. ആൻഡ് അലോങ് വിത്ത് ദ മന്ത് ആൻഡ് ഇയർ ഓഫ് പ്രോഗ്രാം കംപ്ലീഷൻ്റെ എന്നാണ് കംപ്ലീറ്റ് ചെയ്തതെന്നൊക്കെ അതിലുണ്ടാവും. ഫുൾ ഡാറ്റ അതിലുണ്ടാവും. ദ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് വിൽ ബി ഇഷ്യൂഡ് ടു സ്റ്റുഡൻറ്റ് അപ്പോൺ റിക്വസ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ ഫീ. അതായത് ഈ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് എപ്പോഴാണ് കിട്ടുക? നമ്മളെ സർട്ടിഫിക്കറ്റ് ഒക്കെ എപ്പോഴാണ് കിട്ടുക? നമ്മളത് വെബ്സൈറ്റിൽ കൂടെ റിക്വസ്റ്റ് ചെയ്ത് ഫീസ് അടയ്ക്കുമ്പോഴാണ് നമുക്കത് കിട്ടുക. ഓക്കെ. ഇനി ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടാനുള്ളത്. ഓക്കെ. ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്ഷൻ വിൽ ബി ഇഷ്യൂഡ് ടു എ സ്റ്റുഡൻറ്റ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രോഗ്രാം കംപ്ലീഷൻ അപ്പോൺ റിക്വസ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ, റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് OT കിട്ടും. അത് നമുക്ക് എന്താണ്? പ്രോഗ്രാമിൻ്റെ മുന്നേയും അതിന് ശേഷവും വേണമെങ്കിൽ എന്ത് ചെയ്യാം?
എടുക്കാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ പ്രോഗ്രാം ദ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് വിൽ ഇൻക്ലൂഡ് ഓൾ ദ ഡീറ്റെയിൽ ഫ്രം ദ ഇൻഡിവിജ്വൽ സെമസ്റ്റർ ഗ്രേഡ് കാർഡ്. ഓക്കെ, എല്ലാ സക്സസ് കംപ്ലീഷൻ ഓഫ് പ്രോഗ്രാമിന് ശേഷം ദ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് വിൽ ഇൻക്ലൂഡ് ഓൾ ദ ഡീറ്റെയിൽ ഫ്രം ദ ഇൻഡിവിജ്വൽ സെമസ്റ്റർ ഗ്രേഡ് കാർഡ്, ദ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് ആൻഡ് CGPA. എല്ലാം അതിലുണ്ടാവുന്ന അർത്ഥം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ഗ്രേഡ് കാർഡിൽ ഉണ്ടായിരുന്ന കൺസോൾട്ട് ഗ്രേഡ് കാർഡിലുള്ള സാധനങ്ങൾ കൂടി അതിലുണ്ടാവും, OTയിലുണ്ടാവും. എപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. An official transcript issued before the 8th semester will include grade card details for all semesters successfully completed up to that date. ആ ഡേറ്റ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളെ എന്തിലുണ്ടാവുള്ളൂ? നമ്മൾ 8ാമത്തെ സെമസ്റ്ററിന് മുന്നേ എങ്ങാനും നമ്മൾ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതുവരെയുള്ള അതിൻ്റെ മുന്നേ വരെ, അതായത് നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് അതുവരെയുള്ള കാര്യങ്ങളെ അതിലുണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇത് വേറെന്തെങ്കിലും കാര്യത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങാനും നമ്മൾ പഠിക്കുന്നതിൻ്റെ അല്ല ഇതുവരെ ചെയ്തതിൻ്റെ ഒരു സാധനം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ വാങ്ങാനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇൻക്ലൂഷൻ ഓഫ് ഓണേഴ്സ് ആൻഡ് മൈനർ ക്രെഡിറ്റ് ഇൻ CGC ആൻഡ് OT. അതായത് ഈ ഗ്രേഡ് കാർഡിൽ മൈനേഴ്സിൻ്റെയും ഓണേഴ്സിൻ്റെയും ഗ്രേഡ് ഉണ്ടാവുമോ എന്നുള്ളതാണ്, അതിനെ പറ്റിയാണ് ഇത് പറയുന്നത്. ദ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡ് ആൻഡ് ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് വിൽ സെപ്പറേറ്റ്ലി ഇൻക്ലൂഡ് ക്രെഡിറ്റ് ഏൺഡ് ഫോർ ദ ഓണേഴ്സ് ആൻഡ് മൈനർ കോഴ്സ്. ഈ ഓണേഴ്സിലും മൈനേഴ്സ് കോഴ്സും നേടുന്ന സാധനം സെപ്പറേറ്റ്ലി ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കില്ല, സെപ്പറേറ്റ്ലി ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇഫ് അപ്ലിക്കബിൾ, അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈലൈറ്റിംഗ് അച്ചീവ്മെൻറ്റ് ബിയോണ്ട് ദ കോർ കരിക്കുലം. കോർ കരിക്കുലത്തിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണിക്കാം. ഇഫ് എ സ്റ്റുഡൻറ് ഡസ് നോട്ട് ക്വാളിഫൈ ഫോർ ആൻ ഓണർ ഓർ മൈനർ ഡിഗ്രി ദ ക്രെഡിറ്റ് ഏൺഡ് വിൽ ബി ഷോൺ ആസ് അഡീഷണൽ ക്രെഡിറ്റ് ഏൺഡ് ഓൺ ദ CGC ആൻഡ് OT. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഓണർ കിട്ടിയില്ല, പക്ഷെ അവൻ ചില സബ്ജക്റ്റുകളൊക്കെ ഓണറിന് അപ്പിയർ ചെയ്തിട്ട് പാസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എന്ത് ചെയ്യും? അഡീഷണൽ ക്രെഡിറ്റ് ഏൺ ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ കാണിക്കും. ഇഫ് എ സ്റ്റുഡൻറ് ഡസ് നോട്ട് ക്വാളിഫൈ ഫോർ ആൻ ഓണേഴ്സ് ഓർ മൈനർ ഡിഗ്രി ദ ക്രെഡിറ്റ് ഏൺ വിൽ ബി ഷോൺ ആസ് അഡീഷണൽ ക്രെഡിറ്റ് ഏൺഡ് ആയിട്ടാണ് ഇതിലുണ്ടാവുക, സർട്ടിഫിക്കറ്റിലുണ്ടാവുക. ഗ്രേഡ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റഡ് സാധനം. സ്റ്റുഡൻസ് ആർ നോട്ട് പെർമിറ്റഡ് ടു ഇംപ്രൂവ് ദ ഗ്രേഡ് ഓഫ് കോഴ്സ് ബൈ ദേ ഹാവ് ഓൾറെഡി പാസ്ഡ് ഓർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +1 പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടായിരുന്നു? ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരുന്നു. KTന് അങ്ങനെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല. വൺസ് നിങ്ങളത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ദ ഗ്രേഡ് ഈസ് ഫൈനൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഓൾറെഡി പാസ്സാവുകയോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിക്കുകയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഗ്രേഡ് കിട്ടിയത് അതാണ് നിങ്ങളുടെ ഗ്രേഡ്. പിന്നെന്തില്ല, അതിൻ്റെ മുകളിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല, ഒറ്റ എക്സാം. ഓക്കെ, തോറ്റു കഴിഞ്ഞാൽ വീണ്ടും സപ്ലൈ എക്സാം, അങ്ങനെയാണ്. ഓക്കെ, ഇനി എക്സാമിനേഷൻ ഗ്രേഡ് ഷീറ്റ് ഫോർ ഓണറും മൈനർ കോഴ്സിനുള്ള എക്സാമിനേഷൻ്റെ ഗ്രേഡ് ഷീറ്റിനെ പറ്റിയാണ്. എ സെപ്പറേറ്റ് എക്സാമിനേഷൻ ഗ്രേഡ് ഷീറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ സ്റ്റുഡൻറ് ലോഗിൻ ഫോർ ഓണേഴ്സ് ആൻഡ് മൈനർ കോഴ്സ് ഷോയിങ് ദർ സ്റ്റാറ്റസ് ഫോർ ഈച്ച് സെമസ്റ്റർ. ഓരോ സെമസ്റ്ററിലുള്ള അതിൻ്റെ സ്റ്റാറ്റസ്, ഓണേഴ്സിൻ്റെയും മൈനേഴ്സിൻ്റെയും സ്റ്റാറ്റസ് കാണിച്ചിട്ട് സെപ്പറേറ്റ് ഗ്രേഡ് ഷീറ്റ് വരും. ദ ഗ്രേഡ് ഷീറ്റ് വിൽ ഇൻക്ലൂഡ് ദ ടൈറ്റിൽ ഓഫ് ഈച്ച് കംപ്ലീറ്റഡ് ഓണേഴ്സ് ഓർ മൈനർ കോഴ്സ്, ദ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആൻഡ് ഗ്രേഡ് ഏൺഡ് ഇൻ ദാറ്റ് സെമസ്റ്റർ. ഏതാണ് ഓണർ കംപ്ലീറ്റ് ചെയ്തതിനെ പറ്റിയും മൈനർ കംപ്ലീറ്റ് ചെയ്തതിനെ പറ്റിയും അതിൻ്റെ ക്രെഡിറ്റും ഓരോ സെമസ്റ്ററിൽ ഏൺ ചെയ്ത ക്രെഡിറ്റ് ഒക്കെ ആയിട്ടായിരിക്കും അതിലുണ്ടാവുക എന്നാണ് പറഞ്ഞത്. അടുത്തതാണ് വേറെ സാധനം, ഇത് പുതിയതാണ്. പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ടോപ്പ് 2% സ്റ്റുഡൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് 2% സ്റ്റുഡൻസിന് എന്ത് കിട്ടും? പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, ദ യൂണിവേഴ്സിറ്റി വിൽ ഇഷ്യൂ എ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ടു ദ ടോപ്പ് 2% ഓഫ് സ്റ്റുഡൻറ് ഇൻ ഈച്ച് ഡിസിപ്ലിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചിലെയും യൂണിവേഴ്സിറ്റി ലെവലിൽ ടോപ്പ് ആയിട്ടുള്ള 2% ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 പേര് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇതിൽ ഒരു CS ഇപ്പോൾ ഒരു 10,000 പേര് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളെ ബ്രാഞ്ചിൽ ഒരു 10,000 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 2% നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000ൻ്റെ 2% നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ വെറും 200 പേർക്ക് എന്ത് കിട്ടും? പൊസിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മളായിരുന്നു ആ ബ്രാഞ്ചിലെ ആ സമയത്തുള്ള ടോപ്പ് 2%ലുള്ള ആൾക്കാർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? അതിപ്പോൾ 1000 പേരുള്ളിലാവുമ്പോൾ എന്താവും? 20 പേർക്കേ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇപ്പോൾ വല്ല റയർ ബ്രാഞ്ചൊക്കെ ആണെങ്കിലോ അത്ര പേർക്കും കൂടി കിട്ടില്ല.
1000 പേരൊക്കെ ഉള്ള ബ്രാഞ്ചുകൾ ഉണ്ടാവുമല്ലോ. അതിലും കുറഞ്ഞ ആൾക്കാർ പഠിക്കുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവും KTന്റെ അണ്ടറിൽ. ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അത് കൊള്ളാം, നല്ല കാര്യം. അത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമ്മൾ പറയില്ലേ, ഞാനായിരുന്നു KTന്റെ ടോപ്പ് 2% ആളായിരുന്നു എന്ന് പറയാൻ പറ്റുമല്ലോ. യൂണിവേഴ്സിറ്റി വിൽ ഇഷ്യൂ ആൻഡ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ടു ദ top 2% students in each discipline or branch based on academic performance across all semesters as determined by CGPA at the end of the program. CGPAന്റെ ബേസിലാണ് അത് നോക്കുക. എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ട്, അതായത് BTech കഴിയുമ്പോഴാണ് അത് എടുക്കുക. സ്റ്റുഡൻറ് വിത്ത് എനി റെക്കോർഡ് ഓഫ് FE or absent grade are not eligible for the position certificate. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതായത് നിങ്ങൾക്ക് CGPA ഇപ്പോൾ കുറേ ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ 8 സെമസ്റ്റർ പഠിക്കുന്ന സമയത്ത് F ഗ്രേഡോ, അതായത് ഏതെങ്കിലും ഫെയിൽഡായി പോവുകയോ എലിജിബിലിറ്റി ഇല്ലാതെ ഫെയിൽഡായി പോവുകയോ ആബ്സെൻ്റ് ആയി പോവുകയോ ചെയ്യുകയാണെങ്കിൽ എന്തായി വരും? നിങ്ങൾ പൊസിഷൻ സർട്ടിഫിക്കറ്റിന് എലിജിബിൾ അല്ലാതായി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ ആ വന്ന സമയത്ത് തന്നെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോയ ഒരാൾക്കാണ് ആ അച്ചീവ്മെന്റിലോട്ട് എത്താൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സ്റ്റുഡൻറ് വിത്ത് only student who complete their degree within the normal durations are eligible. അതായത് നോർമൽ ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്കാണ് ഇതെന്താവുക, എലിജിബിൾ ആവുക. The certificate will be issued only 3 months after the semester 8 results are declared. Semester 8, അതായത് 8ാമത്തെ സെമത്തെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം വിൽ ബി ഇഷ്യൂഡ് ഓൺലി 3 months ആഫ്റ്റർ. അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ടാണ് ഇത് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. ദ സർട്ടിഫിക്കറ്റ് വിൽ ബി ഇഷ്യൂഡ് ഓൺലി 3 months ആഫ്റ്റർ ദ സെമസ്റ്റർ 8 റിസൾട്ട്സ് ആർ ഡിക്ലെയർഡ്. ഓക്കെ, റാങ്കിങ് വിൽ ബി ബേസ്ഡ് ഓൺ CGPA ആസ് പബ്ലിഷ്ഡ് ഒഫീഷ്യലി. നോ റീറാങ്കിങ് വിൽ ബി ഡൺ ഒൺസ് ഇഷ്യൂഡ്. ഒരു വട്ടം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തില്ല, റീറാങ്കിങ് ഒന്നുമില്ല. ഒൺസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ റാങ്കിങ് വിൽ ബി ഇഷ്യൂഡ് ബേസ്ഡ് ഓൺ ദ CGPA is published officially. No re-ranking will be done once issued. Any disciplinary action during the program disqualified a student from receiving the certificate. ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ഉള്ളവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. The university may aim the policy or criteria for the position certificate if academic regulation change. അതായത് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഇതെന്ത് ചെയ്യും, അമെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സിറ്റി ആദ്യം തന്നെ പറയാണ്. ഇതിങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു, യൂണിവേഴ്സിറ്റി മേ അമെൻഡ്, ചിലപ്പോൾ മാറ്റാം, ദ പോളിസി ഓർ ക്രൈറ്റീരിയ ഫോർ ദ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് അക്കാദമിക് റെഗുലേഷൻ ചേഞ്ച്. ഇത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ മാറ്റിയേക്കാം, ഇതിൻ്റെ ക്രൈറ്റീരിയാസ് മാറ്റാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ S1 എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സീനിയേഴ്സ് ഇപ്പോൾ S3 എത്തിയിട്ടുള്ളൂ. ഇനി എത്ര S8 ആകുമ്പോഴത്തേന് ഇത് റെഡിയാക്കി എടുത്താൽ മതി ഈ പോളിസി. കാരണം ഈ പോളിസി അപ്പോൾ ഉള്ള സാധനമല്ലേ, ഇപ്പം തന്നെ പറഞ്ഞെന്നുള്ളൂ, അപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പുതിയ ഐഡിയാസ് വരും, പുതിയ വരാം, ക്രൈറ്റീരിയാസ് വരാം. ഇപ്പം പറയുന്ന ക്രൈറ്റീരിയ ഇതാണ്. അപ്പം ഇതുപോലെ എന്ത് ചെയ്യാം, നോർമൽ പ്രോഗ്രാമിൽ ഒരു സപ്ലി ഇല്ലാതെ പാസ്സാവാൻ നോക്കി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ടോപ്പ് 2% കൂടി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അച്ചീവ്മെൻ്റ് അല്ലേ, ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സിൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറയാമല്ലോ. പണ്ട് ഇതില്ലായിരുന്നു കേട്ടോ, കാരണം ഞാൻ പഠിച്ച സമയത്തില്ല, ഞാൻ KTUവിൻ്റെ ഫസ്റ്റ് ബാച്ചായിരുന്നു, 2015 സ്കീമായിരുന്നു. അന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സുഖമാണ്. അന്ന് ഏറ്റവും പാടുള്ള സിലബസും കാര്യങ്ങളായിരുന്നു. അന്ന് 6 മൊഡ്യൂൾ പഠിക്കണമായിരുന്നു, ഇന്നിപ്പോൾ 4 മൊഡ്യൂൾ പഠിച്ചാൽ മതി. ഓക്കെ, അന്ന് എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം 100 മാർക്കിനായിരുന്നു, ഇന്നിപ്പോൾ അത് മാക്സിമം 60 മാർക്കിനാണ്. 50 മാർക്കിന് ഇൻറ്റേർണലായിരുന്നു, ഇപ്പോൾ 40 മാർക്കിനൊക്കെ അല്ലേ ഇൻറ്റേർണലുള്ളൂ. കൂടാതെ അന്ന് പാസ്സാവണമെങ്കിൽ 45% മാർക്ക് വേണമായിരുന്നു. 50% ഓവറോൾ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാം. അല്ല, 50% കേസില്ല, 45% എന്ത് വേണം, എൻഡ് സെമസ്റ്റർ എക്സാമിന് വേണം, എന്നാലേ നമ്മൾ പാസ്സുള്ളൂ. ഇപ്പോൾ 40% പോരെ. കൂടാതെ എന്ത് വേണം, അന്ന് ഇൻറ്റേർണൽ മാർക്ക് ഫിക്സ്ഡ് ആയിരുന്നു. മിനിമം 23 മാർക്ക് ഇൻറ്റേർണൽ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻഡ് സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു,
FE ആയി പോയി, പിന്നെ ഒന്നേന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഈസിനെസ് ഉണ്ട്, കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ ഓക്കെ അടുത്ത് മിനിമം ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് റിക്വയർമെന്റ് ഫോർ റീ രജിസ്റ്ററിങ് ടു ഹയർ സെമസ്റ്റർ. അതായത് ഇയർ ബാക്കിനെ പറ്റിയാണെന്ന് പറയുന്നത്. എത്ര ക്രെഡിറ്റ് നമ്മൾ വാങ്ങണം അടുത്ത സെമസ്റ്ററിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാനെന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് എത്ര ക്രെഡിറ്റിനുള്ള ഇതുണ്ട്, 20 ക്രെഡിറ്റിനുള്ള പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ക്രെഡിറ്റ്സ് എന്താണ് 20. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്തില്ല, ഇയർ ബാക്കിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് എത്രയാണ്, 24 ക്രെഡിറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ടോട്ടൽ എത്ര ക്രെഡിറ്റ് ആയി, 20 + 24 44 ക്രെഡിറ്റ് ആയി. അവിടെ എന്തില്ല, ഇയർ ബാക്ക് ഇല്ല. തേർഡ് സെമസ്റ്ററിൽ എത്തിയാൽ അവിടെ 25 ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് 69 ക്രെഡിറ്റ് ടോട്ടലായി. അവിടെ എന്തില്ല, ഇയർ ബാക്കിൻ്റെ ഇഷ്യൂ ഇല്ല. ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് എന്താണ് 24 ക്രെഡിറ്റ്, അതായത് 93 ക്രെഡിറ്റ് ആവും ഫോർത്ത് സെമസ്റ്റർ ആവുമ്പോൾ. അവിടെയും പ്രശ്നമൊന്നുമില്ല. ഇനിയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഈ ഫോർത്ത് സെമസ്റ്ററിന് ഫിഫ്ത്ത് സെമസ്റ്ററൊക്കെ നമുക്ക് കയറുന്ന സമയത്താണ് ആര് വരിക, ഇയർ ബാക്ക് വരിക. ഫോർത്ത് സെമസ്റ്ററിന് ഫിഫ്ത്ത് സെമസ്റ്റർക്ക് കയറാൻ നേരത്ത് നമുക്ക് 18 ക്രെഡിറ്റ് S1 എന്നും S2 എന്നും കൂടി എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ S1 ഉം S2 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 44 ക്രെഡിറ്റിൻ്റെ പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഈ 44 ക്രെഡിറ്റ് നമ്മൾ 18 ക്രെഡിറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് കയറിയിരിക്കാം, ഫിഫ്ത്ത് സെമസ്റ്ററിലോട്ട് കയറിയിരിക്കാം. ഓക്കെ അല്ലേ? ഈ 44 ക്രെഡിറ്റിൽ നിന്ന് 18 ക്രെഡിറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം, ഈ വെറുതെ വന്നതൊന്നുമില്ല കേട്ടോ ഈ 18 ക്രെഡിറ്റ്. ഇത് ഈ 44 ഏകദേശം 44 ഒരു 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര വരും, സെക്കൻഡേ, 44 40%, 44 × 40% ഒരു 70.6 എന്ന് വരും. അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, 18 ക്രെഡിറ്റ് എന്നിട്ടിട്ടുള്ളത്. അങ്ങനെ 18 ക്രെഡിറ്റ്. പക്ഷെ നിങ്ങൾക്ക് അത്രയും സമയമുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കാം. S1 കഴിഞ്ഞു, S2 കഴിഞ്ഞു, S3 കഴിഞ്ഞു, S4 കഴിഞ്ഞു. എന്നിട്ടും അതായത് ഇവിടെ ഒരു എക്സാം കഴിഞ്ഞു, ഇവിടെ ഒരു എക്സാം കഴിഞ്ഞു, പിന്നെ സപ്ലൈ എക്സാം S3ലും S4ലും കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് വാങ്ങിയാൽ മതി, 18 ക്രെഡിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് S5ലോട്ട് ഇരിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഇങ്ങനെ പഠിച്ചു പോകണം. അല്ലെങ്കിൽ എന്താവും, ഇയർ ബാക്ക് ആവും. ഇയർ ബാക്ക് ആയി കഴിഞ്ഞാൽ എന്താണ്, ഒരു കൊല്ലം പോയി. നമുക്ക് ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഇരിക്കാൻ പറ്റുമോ, നമുക്ക് ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, അത് ആക്കാനും വേണ്ടിയിട്ട് നിൽക്കണം. ഓക്കെ, അതിൻ്റെ റൂൾസുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തെന്താ, ഫിഫ്ത്ത് സെമസ്റ്ററിൽ 23 ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 116 ക്രെഡിറ്റ് ആയി. സിക്സ്ത്തിൽ നമുക്ക് പ്രശ്നമില്ല, ഫിഫ്ത്തിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങോട്ട് കയറിയിരിക്കണം. മിനിമം ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് റിക്വയർഡ് ടു റെഗുലർ BTech സ്റ്റുഡൻസ്. ഫിഫ്ത്ത് സ്റ്റുഡൻസ് ഇതിൽ കയറിയിരിക്കാനാണ് ഈ പ്രശ്നം. 23 ആകുമ്പോൾ 116 ആയി. സിക്സ്ത്തിലും തന്നെയാണ്. പക്ഷെ അടുത്ത പ്രശ്നം വരുന്നത് സെവൻത്തിലോട്ട് കയറണം. സിക്സ്ത്തിൽ നിന്നും സെവൻത്തിലോട്ട് കയറണമെങ്കിൽ 37 ക്രെഡിറ്റ് വേണം. എവിടെ നിന്ന് 37 ക്രെഡിറ്റ് വേണം, S1 മുതൽ S4 വരെ. S1 മുതൽ S4 വരെയുള്ള സബ്ജക്റ്റിൽ, അതായത് 93 ക്രെഡിറ്റിൽ 37 ക്രെഡിറ്റ് നമ്മൾ വാങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 40% ഏകദേശം. ഓക്കെ, 93ൻ്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37.2 എന്ന് വരും. അതാണ് ഇവരെന്താക്കി പറഞ്ഞിട്ടുള്ളത്, 37 ക്രെഡിറ്റ് എന്ന് റൗണ്ട് ഓഫ് ചെയ്ത് പറഞ്ഞതാണ്. അതായത് അങ്ങനെ 37 ക്രെഡിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ആവും, ഓക്കെ ആവും. നമുക്ക് 7th സെമ്മിലോട്ട് ഇരിക്കാം. ഇനി ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ഉണ്ടാവും. അതായത് പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സ്റ്റുഡൻസിന് വേറെ എവിടെയും പ്രശ്നമില്ല. എവിടെയാണ് പ്രശ്നം വരുന്നത്, 6th സെമ്മിന്ന് 7th സെമ്മിലോട്ട് ഇരിക്കുന്ന സമയത്ത് 15 ക്രെഡിറ്റ് ഫ്രം എവിടെ നിന്ന് എടുക്കണം, S3 ആൻഡ് S4ൽ നിന്ന് വരണം. അതായത് 15 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 25 + 24 49 ക്രെഡിറ്റിൻ്റെ
15 ക്രെഡിറ്റ്. ഓക്കെ, അതതിൻ്റെ 40% ഒന്നല്ല, അത് റാൻഡം നമ്പറാണ്. ഞാൻ ബാക്കിയുള്ളത് അങ്ങനെയാണ് വന്നതെന്നാണ് എൻ്റെ ഒരു ഇൻസൈറ്റ്, ഞാൻ പറഞ്ഞതാണ്. ഇതോടെ യൂണിവേഴ്സിറ്റി പറഞ്ഞതെന്നല്ല, നമ്മൾ 40% എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 15 ക്രെഡിറ്റ് ഫ്രം S3 ആൻഡ് S4. S4 എന്നും S3 എന്നും കൂടി നമുക്ക് എത്ര കിട്ടണം? 15 ക്രെഡിറ്റ് കിട്ടണം. അപ്പോഴാണ് എന്ത് വരുന്നത്? ഇയർ ബാക്ക് ആവാതെ നിൽക്കുള്ളൂ. ഇനി പിന്നെന്താണ്? 8th സെമസ്റ്റർ, പിന്നെ 7 സെമ്മിൽ 17 ക്രെഡിറ്റ്, അങ്ങനെ 156 ക്രെഡിറ്റ് ആയി. 8th സെമസ്റ്റർ ആകുമ്പോൾ 11 ക്രെഡിറ്റ് ആണുള്ളത്, അതായത് 167 ക്രെഡിറ്റ് ആയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ടോട്ടൽ ക്രെഡിറ്റ് എത്രയായി? ഇങ്ങനെയാണ് 167 അക്കാദമിക് ക്രെഡിറ്റുകൾ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം നീ ഇവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും, കൂടുതൽ പഠിക്കാനുള്ള എപ്പോഴാണ്? സെക്കൻഡ് ഇയറിലാണ് കൂടുതൽ പഠിക്കാനുള്ളത്. ഇവിടെ 20, 24 കണ്ട, 25, 24 ക്രെഡിറ്റിന് അവിടെ പഠിക്കാനുണ്ട്. തേർഡ് ഇയറിൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. ഫോർത്ത് ഇയറിൽ കുറച്ച് കുറവായിരിക്കും. കാരണം എന്താ? ആ സമയത്ത് നമുക്ക് പ്രൊജക്റ്റ്, സെമിനാർ, അത്തരത്തിലുള്ള സാധനങ്ങൾ, ഇന്റേൺഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് ക്ലാസ്സുകൾ, തിയറി കോഴ്സുകൾ കുറവായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി ബാക്കി മാൻഡറ്ററി കോഴ്സ് ആൻഡ് എക്സാമിനേഷൻ രജിസ്ട്രേഷനെ പറ്റിയാണ് പറയുന്നത്. All students must register for the prescribed credit in each regular semester unless they are approved leave from the institute. എല്ലാ സ്റ്റുഡൻസും, all students must register for the prescribed credit in each regular semester. എല്ലാ സെമസ്റ്ററിലും എന്ത് ചെയ്യണം? എല്ലാ സ്റ്റുഡൻസും രജിസ്റ്റർ ചെയ്യണം ഫോർ ദ ക്രെഡിറ്റ്. ഓക്കെ, അൺലെസ് ദേ ആർ അപ്രൂവ്ഡ് ലീവ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ലീവ്, അതായത് ബ്രേക്കപ്പ് സ്റ്റഡി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീവ് കിട്ടുന്നത് അല്ലാത്തവരെല്ലാവരും എന്തായിരിക്കണം? മസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം. കോഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് എക്സാം രജിസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ദ ഡേറ്റ് ഗിവൺ ഇൻ ദ അക്കാദമിക് കലണ്ടർ. അക്കാദമിക് കലണ്ടറിൽ കൊടുത്തിട്ടുണ്ടാവും ഏതൊക്കെയാണ് ഡേറ്റിൽ കോഴ്സ് രജിസ്റ്റർ കോളേജിൽ നിന്ന് പറയും. കോഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ട എത്രത്തിലെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ആർ മാൻഡറ്ററി ഫോർ എവറി സ്റ്റുഡൻസിന് എന്താണ്? അത് നിർബന്ധമാണ്. എ സ്റ്റുഡൻറ് ഹു ഡസ് നോട്ട് കംപ്ലീറ്റ് ബോത്ത് ദ കോഴ്സ് രജിസ്ട്രേഷൻ ആൻഡ് എക്സാം രജിസ്ട്രേഷൻ ഫോർ ഓൾ ദ കോഴ്സ്. ഒരു സ്റ്റുഡൻറ് എന്തായില്ല? ബോത്ത് കോഴ്സ് രജിസ്ട്രേഷനും എക്സാം രജിസ്ട്രേഷനും ചെയ്തില്ലെങ്കിൽ ദ കരിക്കുലം ഫോർ എ ഗിവൺ സെമസ്റ്റർ വിൽ നോട്ട് ബി അലൗഡ് ടു എൻറോൾ ഇൻ ദ നെക്സ്റ്റ് ഹയർ സെമസ്റ്റർ. അതായത് ഒരാൾ S3 പഠിക്കുന്ന അല്ലെങ്കിൽ S4 പഠിക്കുന്ന ഒരാൾ അവൻ്റെ കോഴ്സ് രജിസ്ട്രേഷനും എക്സാം രജിസ്ട്രേഷനും ചെയ്തിട്ടില്ല എങ്കിൽ അവനക്ക് എന്താകാൻ പറ്റില്ല? അവൻ ക്ലാസ്സിലൊക്കെ ഇരുന്നെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അടുത്ത സെമസ്റ്ററിലോട്ട് പോകാൻ പറ്റില്ല. അവിടെ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അവിടെ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെമസ്റ്റർ വരണം. ഓക്കെ, അടുത്ത തവണത്തെ ജൂനിയേഴ്സ് വരണം ആ സെമസ്റ്ററിൽ. അവിടെ മുതൽ ജൂനിയേഴ്സിൻ്റെ അടുത്തായി അവന് ഓട്ടോമാറ്റിക്കലി. അവനക്ക് അവൻ്റെ കൂടെ പഠിക്കുന്നവരെ മേലത്തെ സെമസ്റ്ററിലോട്ട് പോകുമ്പോൾ കൂടെ പോകാൻ പറ്റില്ല, അവനക്ക് മേലത്തെ പഠിക്കാൻ പറ്റില്ല. Student who does not complete both course registration and exam registration for all courses in the curriculum for a given semester will not be allowed to enroll in the next higher semester. Okay. Minimum attendance requirement for semester അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മളിതൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, നമ്മൾ എന്തായി? ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ നമുക്ക് എന്തായിട്ടുണ്ടാവാം? എലിജിബിലിറ്റി ഇല്ലാതെ, ആ സബ്ജക്റ്റിൽ അറ്റൻഡൻസ് ഇല്ലാതെ നമുക്ക് എന്തായി പോവും? ഫെയിൽഡായി പോയി. എന്നാലും നമുക്ക് ഹയർ സെമസ്റ്ററിൽ നോർമലി ഇരിക്കുമല്ലോ, മീൻസ് S3 എന്നുള്ള S4 ക്ലാസ്സുകൾ പഠിക്കാനിരിക്കുമല്ലോ. അതിനും എന്തുണ്ട്? റെഗുലേഷൻസ് ഉണ്ട്. സ്റ്റുഡൻറ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു രജിസ്റ്റർ ഫോർ ദ നെക്സ്റ്റ് ഹയർ സെമസ്റ്റർ ഇഫ് ദേ ഡു നോട്ട് ഹാവ് അറ്റ്ലീസ്റ്റ് 20% ആവറേജ് അറ്റൻഡൻസ് ഇൻ ദ കറണ്ട് സെമസ്റ്റർ. ഒരു കറണ്ട് സെമസ്റ്റർ നമ്മളിപ്പോൾ S3 പഠിച്ചുകൊണ്ടിരിക്കും, S3 അല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഒരു S4 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് കുറെ അറ്റൻഡൻസ് ഒക്കെ ഇല്ലാതെ എന്തായി? എക്സാം ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും, എന്താ ഫെയിൽഡ് ഡ്യൂ ടു എലിജിബിലിറ്റി ആണെങ്കിൽ പോലും നമുക്ക് അടുത്ത സെമസ്റ്ററിലോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് 25% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സെമസ്റ്ററിലോട്ടാണ് പോകാൻ പറ്റുള്ളൂ. മറ്റേത് നമുക്ക് പിന്നെയും വന്ന് പഠിക്കാമല്ലോ. പക്ഷെ ഇത് ഇവരെ കൂടെ, നിങ്ങളെ ബാച്ചിന്റെ കൂടെ തന്നെ പോകണമെങ്കിൽ മിനിമം 25% ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതിന് തന്നെ കുറേ ക്രൈറ്റീരിയകളുണ്ട്. പലയിടത്തും നിങ്ങൾ എന്തായി പോവും? ഇയർ ബാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. വേണ്ടാത്ത ചില കോഴ്സുകളും പിന്നെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് പോയി പഠിക്കേണ്ടി വരും എലിജിബിലിറ്റി ഇല്ലെങ്കിൽ. അപ്പൊ ഇതിനൊന്നും നിൽക്കരുതെന്നാണ് ഇതുകൊണ്ട് പറയുന്നത്.
there will be sorry there will be no restriction on promotion from odd semester to the next even semester provided the minimum attendance requirement is met. Minimum attendance requirement is met. Okay. എന്തിന് റെസ്ട്രിക്ഷൻസ് ഇല്ല? ഇപ്പൊ ഓഡ് സെമസ്റ്ററിന് ഈവൻ സെമസ്റ്ററിലോട്ട് പോവാൻ എന്തില്ല? റെസ്ട്രിക്ഷൻസ് ഇല്ല. There will be no restriction on promotion from odd semester to next even semester provided the minimum attendance requirement is met. ഒരു മിനിമം അറ്റൻഡൻസ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഓഡ് സെമസ്റ്ററിന് ഈവൻ, അതായത് തേർഡ് സെമ്മ് പഠിക്കുമ്പോൾ ഫോർത്ത് സെമ്മിലോട്ട് പോകണമെങ്കിൽ 25% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങോട്ട് കയറി ഇരിക്കാം എന്നുള്ളതാണ് പറയാം. അതായത് നമുക്കിപ്പോൾ തേർഡ് പോയി കഴിഞ്ഞാൽ പോലും അറ്റൻഡൻസ് അവിടെ കറക്റ്റ് ആണെങ്കിൽ ഫോർത്തത്തെ സാധനമെങ്കിലും പഠിച്ചെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ തേർഡത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും കോഴ്സ് പഠിക്കേണ്ടി വരും. അതായത് പഠിക്കാതെ പോകാൻ പറ്റില്ല, എന്തായാലും പഠിക്കാതെ ബിടെക് കിട്ടില്ല. എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആൻഡ് റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് all matters related to the conduct of end semester examination, declaration of result, evaluation, scrutiny, review and handling of malpractice will be managed according to the University Examination Manual. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാനുവലിൻ്റെ ബേസിലായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, എക്സാമിനേഷൻ നടത്തുന്നത്, അതിനെ റിവ്യൂ ചെയ്യുന്നത്, അതിൻ്റെ റിവാലുവേഷൻ നടത്തുന്നത്, അതിൻ്റെ സ്ക്രൂട്ടിനി ചെക്ക് ചെയ്യുന്നത്, റിവ്യൂ ചെയ്യുന്നത്, മാൽ പ്രാക്ടീസ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാനുവലിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, CCTV സർവൈലൻസ് ഫോർ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ. അതായത് യൂണിവേഴ്സിറ്റി എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, all end semester examination will be conducted under CCTV camera surveillance to ensure the integrity and security of the examination process. CCTV നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. The principal or head of the institution must ensure that all video recordings are securely stored at the college for the minimum period specified in the യൂണിവേഴ്സിറ്റി എക്സാം മാനുവലിൽ പറഞ്ഞിട്ടുള്ള അത്രയും സമയം എന്ത് ചെയ്യണം? ആ വീഡിയോ റെക്കോർഡിങ് സ്റ്റോർ ചെയ്ത് വെക്കണം. ആൻഡ് മസ്റ്റ് മേക്ക് ദം അവൈലബിൾ ഫോർ റിവ്യൂ ബൈ ഓതറൈസ്ഡ് പേഴ്സൺ വെൻ റിക്വയർഡ്. ഒരാൾ, അതെന്തിനാന്ന് മനസ്സിലായില്ലേ? ഒരാൾ മാൽ പ്രാക്ടീസ് കോപ്പി പിടിച്ചു, അവൻ കേസിന് പോയി, അപ്പോൾ ഒരു തെളിവായിട്ട് വരും. അതിനോട് എന്തുണ്ടാവും? CCTV വിഷ്വൽസ് അവരുടെ കയ്യിലുണ്ടാവും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ചലഞ്ച് കോഴ്സ്. ഓക്കെ, ഇത് പണ്ടില്ലായിരുന്നു, ഇതിപ്പോൾ വന്ന സാധനമാണ്. ഇത് വളരെ അടിപൊളിയാണ്. ഓക്കെ, ചലഞ്ച് കോഴ്സ്. എ ചലഞ്ച് കോഴ്സ് ആൾസോ റെഫേർഡ് ടു challenge exam or credit by examination course are an integral component of ഈ 2024 കരിക്കുലത്തിൽ വരുന്ന ഒരു സാധനമാണ് ചലഞ്ച് കോഴ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ചലഞ്ച് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ക്രെഡിറ്റ് ബൈ എക്സാമിനേഷൻ, they offer student the opportunity to demonstrate their knowledge and competency in specific course without undergoing the conventional continuous internal evaluation process. എന്ന് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ S1 പഠിക്കുകയാണ്, ഇപ്പം എല്ലാ സബ്ജക്റ്റിനും പറ്റില്ല, S1 പഠിക്കുകയാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ്, അപ്പം നിങ്ങൾ S1 കെമിസ്ട്രി പഠിക്കുകയാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കാനുള്ളത് S2 നിങ്ങൾക്ക് ആ ഫിസിക്സ് S1 എന്ത് ചെയ്യാം? ഞാൻ ചലഞ്ച് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഫിസിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ S1 പഠിക്കാം. S1 നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഇന്റേണൽ എക്സാമുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ, അസൈൻമെന്റ് വെക്കണ്ട, ഒന്നും ചെയ്യണ്ട, എക്സാം പോയി എഴുതുക, അതാണ് സെറ്റപ്പ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, നിങ്ങൾ ചലഞ്ച് ചെയ്ത സാധനം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണം? അടുത്ത സെമസ്റ്ററിൽ ആ സബ്ജക്റ്റ് പഠിക്കണ്ട, അതിന്റെ ഇന്റേണൽ നോക്കണ്ട, ആ സമയത്ത് ആ ക്ലാസ്സുള്ള സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് കയറണ്ട. ഉണ്ടോ? അത്രയും നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഓക്കെ, they offer students the opportunity to demonstrate their knowledge and competency in specific course without undergoing the conventional CIA continuous internal, അതിനൊക്കെ കുറേ പ്രൊസീജിയർ ഉണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനൊന്നും ഇല്ലാതെ, കൺവെൻഷണൽ മെത്തേഡ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിപ്പോയി. ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അല്ലാത്ത സമയത്ത് വെറുതെ അടക്കാമല്ലോ.
അല്ലെങ്കിൽ വെറുതെ നടക്കാന്നല്ല, വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാലോ. അതായത് നിങ്ങൾക്ക് വല്ല ഐഡിയകളോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആ സമയം ഉപയോഗിക്കാം. അല്ലാതെ കളിച്ചിറങ്ങി നടക്കാനാണെങ്കിൽ പോലും പറ്റും. നേരത്തെ കുറെ സബ്ജക്റ്റുകൾ പഠിച്ച് എടുക്കുക. അതിന് അതിനുള്ള എന്തുള്ളവർക്കാണ് ഞാൻ പറയുന്നത്, കഴിവുള്ളവരെ കാര്യമാണ് പറയുന്നത്. ദിസ് അലൈൻ വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് റെക്കഗ്നേഷൻ ഓഫ് പെരിയറൽ ലേണിംഗ്. ഓക്കെ, ഓർ പെരിയറൽ ലേണിംഗ് അസസ്മെന്റ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ വിച്ച് അക്നോളജ് സ്കിൽ. കുട്ടിൻ്റെ സ്കില്ല്, നോളജ്, എക്സ്പീരിയൻസ് ഇൻഡിവിജ്വൽ ഹാവ് ഗെയിൻഡ് ഔട്ട്സൈഡ് ഫോർമൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സെറ്റിംഗിന് പുറത്ത് കുട്ടീൻ്റെ സ്കില്ലും സാധനങ്ങളാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് ചലഞ്ച് കോഴ്സ് കൊണ്ട് പറയുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് പറയാം. എലിജിബിൾ കോഴ്സ്. ദ കോഴ്സ് എലിജിബിൾ ഫോർ ചലഞ്ച് എക്സാമിനേഷൻ ഷാൾ ബി ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ ദ കരിക്കുലം. കരിക്കുലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻറ് മേ ചൂസ് ടു അറ്റംപ്റ്റ് ചലഞ്ച് കോഴ്സ് ലിസ്റ്റഡ് ഇൻ ഹയർ സെമസ്റ്റർ ഡ്യൂറിങ് എ ലോവർ സെമസ്റ്റർ. അതായത് നിങ്ങൾ ഹയർ സെമസ്റ്ററിലുള്ള സാധനം നിങ്ങൾക്ക് ലോവർ സെമസ്റ്ററിൽ, അതായത് S2 പഠിക്കാനുള്ള സാധനം നിങ്ങൾക്ക് S1 എന്താ ചെയ്യാം, ചലഞ്ച് ചെയ്യാം. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേബിൾ പ്രൊവൈഡ് ഇൻ ദ കരിക്കുലം. കരിക്കുലത്തിൽ നൽകിയിട്ടുള്ള ടേബിളിനനുസരിച്ചാണ്. അത് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. രജിസ്ട്രേഷൻ ലിമിറ്റ്. സ്റ്റുഡൻസ് ആർ പെർമിറ്റ് ടു രജിസ്റ്റർ ഫോർ ചലഞ്ച് എക്സാമിനേഷൻ ഫോർ എ മാക്സിമം ഓഫ് 20 ക്രെഡിറ്റ് ത്രൂ ഔട്ട് ദ ഡ്യൂറേഷൻ ഓഫ് പ്രോഗ്രാം. എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 20 ക്രെഡിറ്റ്സിൻ്റെ സബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. സ്റ്റുഡൻറ് ആർ പെർമിറ്റ് ടു രജിസ്റ്റർ ഫോർ ചലഞ്ച് എക്സാമിനേഷൻ ഫോർ എ മാക്സിമം ഓഫ് 20 ക്രെഡിറ്റ്സ്. 20 ക്രെഡിറ്റ്സിൻ്റെ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ചലഞ്ച് ചെയ്യാൻ പറ്റും. ത്രൂ ഔട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഗ്രാമിൻ്റെ ത്രൂ ഔട്ട് ഡ്യൂറേഷൻ. എക്സാം രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂൾ. അതിൻ്റെ എക്സാം രജിസ്ട്രേഷനും ഷെഡ്യൂൾ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ദ യൂണിവേഴ്സിറ്റി ഷാൾ പബ്ലിഷ് ദ ഡേറ്റ് ഫോർ എക്സാം രജിസ്ട്രേഷൻ ആൻഡ് ദ എക്സാമിനേഷൻ ഷെഡ്യൂൾ ഫോർ ചലഞ്ച് കോഴ്സ് ഇൻ ഈച്ച് സെമസ്റ്റർ. ദ യൂണിവേഴ്സിറ്റി ഷാൾ പബ്ലിഷ് ദ ഡേറ്റ്. അതിൻ്റെ ഡേറ്റുകൾ പബ്ലിഷ് ചെയ്യും. എക്സാം രജിസ്ട്രേഷൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യും. ആൻഡ് ദ എക്സാമിനേഷൻ ഷെഡ്യൂൾ ഫോർ ദ ചലഞ്ച് കോഴ്സ്. ഈച്ച് എല്ലാ സെമസ്റ്ററിലും ആ ചലഞ്ച് കോഴ്സിൻ്റെ ഷെഡ്യൂളും പബ്ലിഷ് ചെയ്യും. ദീസ് ഡേറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റ് ഇൻ അഡ്വാൻസ് ടു എൻഷുർ ദ സ്റ്റുഡൻറ് ഹാവ് സഫീഷ്യൻറ്റ് ടൈം ടു രജിസ്റ്റർ ആൻഡ് പ്രിപ്പയർ. അതായത് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് ഈ ഡേറ്റ് പെട്ടെന്ന് ഒരു ദിവസമല്ല, അത് കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാനും അതിനുള്ള സഫീഷ്യൻറ്റ് ടൈം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാനും എക്സാമിനേഷനും സമയം കൊടുക്കുന്ന പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോർമൽ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും ചലഞ്ച് കോഴ്സ് വരിക. അതായത് അപ്പോഴത്തേന് നിങ്ങൾ അതിനെ സ്വന്തമായിട്ട് സെൽഫായിട്ട് പഠിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ലോട്ടറിയാണ്. എന്ത് ചെയ്യേണ്ട, അടുത്ത സെമ്മിൽ ആ സബ്ജക്റ്റിന് ഇരിക്കണ്ടല്ലോ. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അടുത്ത സബ്ജക്റ്റിനെ ചലഞ്ചിങ്ങിന് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാലം കഴിയുമ്പോൾ SIT-ലൊന്നും പഠിക്കാൻ സബ്ജക്റ്റ് ഉണ്ടല്ലോ. മീൻസ് അത്രയും സബ്ജക്റ്റ് നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും. മുന്നോട്ട് നമുക്ക് അത്രയും ഭാരം ഉണ്ടാവല്ലോ. തുടക്കത്തിൽ നല്ല ഭാരം ഉണ്ടാവും. പിന്നീട് പോകുമ്പോൾ എന്തുണ്ടാവും, ഭാരം നന്നായിട്ട് കുറയും. ആ സമയത്ത് നമുക്ക് എന്തിലോട്ട് നോക്കാം, നമ്മുടെ പ്ലേസ്മെന്റിലോട്ടുള്ള സാധനങ്ങളോട്ട് നോക്കാം, നിങ്ങളെ പ്രൊജക്റ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അത്തരത്തിലൊക്കെ നല്ല നല്ല അടിപൊളി സാധനമാണ്. ഇനി ഇതിൻ്റെ എക്സംഷൻ ഫ്രം കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ്റെ എക്സംഷൻസ് പറഞ്ഞുതരാം. സ്റ്റുഡൻറ് രജിസ്റ്റർ ഫോർ എ ചലഞ്ച് എക്സാംസ് ആർ എക്സംപ്റ്റഡ് ഫ്രോം കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ. ചലഞ്ച് കോഴ്സിന് അവർക്ക് എന്തില്ല, ഇന്റേണൽ ഇവാലുവേഷൻ ഒഴിവാക്കി തന്നിട്ടുണ്ട്. ദേ വിൽ ബി സോൺലി ത്രൂ ഔട്ട് ദ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ. യൂണിവേഴ്സിറ്റി എക്സാം മാത്രമേ നോക്കത്തുള്ളൂ. ഗ്രേഡ് വിൽ ബി അവാർഡ് ബേസ്ഡ് ഓൺലി ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് സ്കോർഡ് ഇൻ ESC. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡ് എങ്ങനെയായിരിക്കും, ESC മാർക്കിന് ബേസ് ചെയ്തിട്ട് കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാർക്കാണോ എന്തിൽ കിട്ടിയത്, എൻഡ് സെമസ്റ്റർ എക്സാമിന് കിട്ടിയത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ പെർസെൻറ്റേജിലായിരിക്കും എന്തുണ്ടാവുക, ഗ്രേഡ് വരിക. എലിജിബിലിറ്റി പാസ് എ ചലഞ്ച് കോഴ്സ്. ചലഞ്ച് കോഴ്സ് പാസ്സാവാനും എന്തുണ്ട്, എലിജിബിലിറ്റി ഉണ്ട്. ഇഫ് എ സ്റ്റുഡൻറ് ഓപ്റ്റ് ടു അറ്റംപ്റ്റ് എ ചലഞ്ച് കോഴ്സ് ഫ്രം എ ലോവർ സെമസ്റ്റർ ദേ മസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പിയർ ഫോർ ദ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഷെഡ്യൂൾഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഫോർ ദാറ്റ് കോഴ്സ്. കുട്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം, എക്സാമിന് എന്തായിരിക്കണം, അപ്പിയർ ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ എലിജിബിലിറ്റി പാസ്സാവാനുള്ള. പിന്നെ പാസ്സാവുമാണ് കേട്ടോ. To pass and earn the credit specified for the course, the student must secure minimum grade C.
വെറുതെ പാസ്സായ പോരാ, സി ഗ്രേഡ് വാങ്ങിയിരിക്കണം. ചലഞ്ച് ചെയ്തതാണ്, സി ഗ്രേഡ് വാങ്ങിയിരിക്കണം. സി ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ മുന്നേ പറഞ്ഞില്ലേ, സി ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മുതൽ 65% മാർക്ക് വേണം. അതായത് 60 മുതൽ 65% മാർക്ക് വേണം. അതൊരു 60 മാർക്കിനുള്ള എക്സാം പേപ്പർ ആണെങ്കിൽ നമുക്ക് എന്തായി, എത്ര മാർക്ക് വേണം? 60ൻ്റെ മിനിമം 60% വേണ്ടേ? ഇപ്പം എത്ര കിട്ടും? 36 മാർക്ക് വേണം. 60ൽ 36 മാർക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണൽ എഴുതണ്ട, നമ്മൾ പാസ്സായി, നമുക്ക് സി ഗ്രേഡും കിട്ടും. ഓക്കെ, അതിന് മേലോട്ട് വാങ്ങാട്ടോ. മിനിമം സി ഗ്രേഡ് വാങ്ങിയിരിക്കണം. അതൊരു 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ എത്ര വേണം? 24 മാർക്ക് വേണം. ഓക്കെ, അതായത് മിനിമം 60 മുതൽ 65 മാർക്ക് ഉണ്ടാകുമ്പോഴാണ് സി ഗ്രേഡ് കിട്ടുന്നത്. അപ്പം അതിന് മുകളിൽ മാർക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, എവിടെ പറഞ്ഞു? ഓക്കെ, 20 ക്രെഡിറ്റ്സിൻ്റെ, അതായത് മാക്സിമം നമുക്ക് 20 ക്രെഡിറ്റ്സിൻ്റെ പേപ്പറുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ പറഞ്ഞു, മിനിമം ഗ്രേഡ് സി ആയിരിക്കണം. അറ്റൻഡിങ് ക്ലാസ് വൈൽ അവൈറ്റിംഗ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചലഞ്ച് കോഴ്സ് ചെയ്തു. സ്റ്റുഡൻസ് ആർ റിക്വയർഡ് ടു അറ്റൻഡ് ക്ലാസ്സസ് ഫോർ ദ കോഴ്സ് ഇൻ ദ ഹയർ സെമസ്റ്റർ ഇഫ് ദ റിസൾട്ട് ഓഫ് ദ ചലഞ്ച് കോഴ്സ് എക്സാമിനേഷൻസ് ആർ നോട്ട് പബ്ലിഷ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ എന്ത് ചെയ്തു? ഫിസിക്സിനെ ചലഞ്ച് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? എക്സാമൊക്കെ എഴുതി, അത് രജിസ്റ്റർ ചെയ്തു, എക്സാമൊക്കെ എഴുതി, നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് വരികയാണ്? അടുത്ത സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ വന്നു, നമ്മൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ എന്തുണ്ട്? നമ്മൾ ചലഞ്ച് ചെയ്ത ഫിസിക്സ് ഉണ്ട്. ആ ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കണം. ഏത് വരെ ഇരിക്കണം? ആ ചലഞ്ച് കോഴ്സിൻ്റെ റിസൾട്ട് വരുന്ന വരെ നമ്മൾക്ക് എന്തുണ്ട്? ഇരിക്കണം. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡ് സി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവാം? പിന്നെ ക്ലാസ്സിൽ ഇരിക്കണ്ട. അതാ പറഞ്ഞത്, ഇഫ് ദ സ്റ്റുഡൻറ് പാസ് ദ ചലഞ്ച് എക്സാമിനേഷൻ അപ്പോൺ റിലീസ് ഓഫ് റിസൾട്ട് they will not be required to continue attend the course with their classmates. നമ്മളെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ ആ ക്ലാസ്സിൽ നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല. ഫിസിക്സ് നമ്മൾ ചലഞ്ച് ചെയ്ത് പാസ്സായി, കൊള്ളാല്ലേ? അത് അടിപൊളിയായി. ഫെയിലിയർ ഓർ റീടേക്ക് പോളിസി, നമ്മൾ തോറ്റുപോയി. അപ്പോൾ എന്താണ് കാര്യം? എല്ലാത്തിനും ഓൾറെഡി ഉണ്ട്, പോളിസി ഉണ്ട്. സ്റ്റുഡൻറ് ഹു ഫെയിൽ ടു, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങളത് ചലഞ്ച് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. മീൻസ് തോറ്റുപോയാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ആ റിസ്ക് എടുക്കാമല്ലോ. സ്റ്റുഡൻറ് ഹു ഫെയിൽ, അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് പഠിച്ചാൽ മതി. ഏത് ചലഞ്ച് കോഴ്സ് അപ്പിയർ ചെയ്ത് ആ സമയത്ത് പഠിച്ചാൽ മതി. എന്ത് ഇതാക്കാൻ? ഓക്കെ, എക്സാമിനേഷൻ്റെ ആ സമയത്ത് മാത്രം പഠിച്ചിട്ടെങ്കിലും പാസ്സാവും. അതിനൊക്കെ 100,000 ഓപ്ഷൻസുകളുണ്ട്. ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ് തന്നെ ആണെങ്കിൽ തന്നെ S1ൻ്റെ എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. S2ൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്തുണ്ടാവും? പർച്ചേസ് ചെയ്യാൻ കിട്ടാറുണ്ട്. നിങ്ങൾ ചലഞ്ച് ചെയ്യും. ക്ലാസ്സുകൾ നമ്മളെ കയ്യിലുണ്ടല്ലോ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട്, ഈ സെൽഫ് സ്റ്റഡിക്കല്ലേ ബുദ്ധിമുട്ട്, നമ്മളെ കയ്യിൽ ക്ലാസ്സുകളുണ്ടല്ലോ, വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാമല്ലോ. നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ബെനിഫിറ്റാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സ്റ്റുഡൻറ് ഹു ഫെയിൽ ടു അച്ചീവ് ദ മിനിമം പാസിംഗ് ഗ്രേഡ് ഓർ ഡു നോട്ട് അറ്റൻഡ് ദ എക്സാം. മിനിമം സ്റ്റുഡൻറ് ഹു ഫെയിൽ ടു അച്ചീവ് ദ മിനിമം പാസിംഗ് ഗ്രേഡ്, അതായത് സി ഗ്രേഡ് കിട്ടാതിരിക്കുകയോ ഡു നോട്ട് അറ്റൻഡ് ദ എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുകയോ ഓൺ ദ ഷെഡ്യൂൾഡ് ഡേറ്റ് വിൽ നോട്ട് ബി അലൗഡ് ടു റീടേക്ക് ദ ചലഞ്ച് എക്സാം ഫോർ ദാറ്റ് കോഴ്സ്. ആ സബ്ജക്റ്റിൻ്റെ എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും നമുക്ക് റീടേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഴുതാതിരിക്കുകയോ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു? ചലഞ്ച് ചെയ്തു, തോറ്റുപോയി. ദേ മേ രജിസ്റ്റർ ഫോർ ദ റിമൈനിങ് നോൺ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലാത്ത വേറെയുള്ള ചലഞ്ച്, ആ കോഴ്സ് അല്ലാത്ത, ഇപ്പോൾ ഫിസിക്സ് അല്ലാത്ത വേറെ സബ്ജക്റ്റാണ്, മാത്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഹയർ സെമസ്റ്റർ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇതിന് പിന്നെ പറ്റില്ല. ബാക്കിയുള്ള സബ്ജക്റ്റിന് നമുക്ക് ചലഞ്ച് ചെയ്യാം. ലിസ്റ്റിൽ ദ ചലഞ്ച് കോഴ്സ് ടേബിളുള്ള ബാക്കിയുള്ള സബ്ജക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം? ചലഞ്ച് ചെയ്യാം. ആഫ്റ്റർ ഫെയിലിംഗ് എ ചലഞ്ച് എക്സാമിനേഷൻ, നമ്മളൊരു തോറ്റുപോയി, അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ് ഹു ഫെയിൽ the challenge examinations are permitted to register for the failed courses in regular semester along with the other students as normal case. നിങ്ങൾ എങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത സെമസ്റ്ററിൽ ഫിസിക്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാ പോലെ ഫിസിക്സ് പഠിക്കണം, അത്രേ ഉള്ളൂ. സ്റ്റുഡൻറ് ഹു ഫെയിൽ ദ ചലഞ്ച് എക്സാമിനേഷൻസ് ആർ പെർമിറ്റ് ടു രജിസ്റ്റർ ഫോർ ദ ഫെയിൽഡ് കോഴ്സ് ഇൻ റെഗുലർ സെമസ്റ്റർ അലോങ് വിത്ത് ദ അതർ സ്റ്റുഡൻസ് ആസ് നോർമൽ കേസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു
തോറ്റതുകൊണ്ട് പ്രശ്നമില്ല, അത് നല്ല കാര്യമാണ്. നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പൈസ പോകും, അത്രേ ഉള്ളൂ. എക്സാം രജിസ്ട്രേഷനുള്ള പൈസ പോകും. നമ്മൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ലോട്ടറി. ഇനി അഥവാ തോറ്റു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അടുത്ത സെമസ്റ്റർ ഇതേപോലെ സാധാ പോലെ പഠിക്കും, അത്രേ ഉള്ളൂ. ക്രെഡിറ്റ് ആൻഡ് ഗ്രേസ് മാർക്ക്. Credit earned for challenge course shall not be considered for calculating SGP and CGPA. അതായത് നമ്മൾ പറഞ്ഞു മിനിമം സി ഗ്രേഡ് കിട്ടണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ എന്തെടുക്കില്ല, ക്രെഡിറ്റ് പോയിന്റിന് ഉപയോഗിക്കില്ല. അതായത് CGPA കാൽക്കുലേഷന്, അതായത് നമ്മൾ CGPA കൂട്ടാനും SGPA കൂട്ടാനും ആരെടുക്കില്ല, ആ സബ്ജക്റ്റിന് എടുക്കില്ല ചലഞ്ച് കോഴ്സ്. അത് നന്നായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ചാലേ നമ്മളെ സ്വന്തം അറിവ്. കാരണം നമ്മളാരും ഇതിന് ചലഞ്ച് കോഴ്സിന് ആരും നമ്മളെ പഠിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് പഠിച്ച് ചലഞ്ച് ചെയ്ത കോഴ്സ് നമുക്ക് അറിയാം. നമ്മൾ പഠിപ്പിക്കാതെ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രേഡ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഗ്രേഡ് കുറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളെ CGPA ഇത് എന്ത് വരുന്നില്ല. ഓക്കെ, അത് നമ്മളെ ഡിനോമിനേറ്ററിൽ എന്തുണ്ടാവില്ല. ഇപ്പോൾ 167 ക്രെഡിറ്റിനാണെങ്കിലും നമുക്ക് ആ സബ്ജക്റ്റ് ഇപ്പോൾ 3 ക്രെഡിറ്റ് ആണെങ്കിൽ 164 കൂട്ടുള്ളൂ. 164 ക്രെഡിറ്റിനെ നോക്കുള്ളൂ. കാരണം എന്താ, 3 ക്രെഡിറ്റ് അവിടെ പോയി, നമ്മൾ ചലഞ്ച് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അത് നല്ലതാണ്. ഡിനോമിനേറ്ററിൻ്റെ നിങ്ങൾക്കറിയാലോ, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറയും തോറും എന്താണ്, മുകളിലോട്ട് കയറില്ലേ. അതാണ് നമ്മളെ ടോട്ടൽ ഗ്രേഡ് എന്താ, മുകളിലോട്ട് പോവല്ലേ ചെയ്യുക. അപ്പോൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കൊരു പ്രശ്നമേ അല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെട്ടു. മീൻസ് കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ള സബ്ജക്റ്റിന് മാർക്ക് വാങ്ങിയാൽ മതിയല്ലോ, മറ്റേ പഠിക്കാനും സമയം കിട്ടുമല്ലോ. അതാണ് അതിൻ്റെ ഒരു ഗുഡ് കാര്യം. ഇനി ക്രെഡിറ്റ് ആൻഡ് ഗ്രേസ് മാർക്ക് നമ്മൾ പറഞ്ഞു. ഗ്രേസ് മാർക്ക് ഷാൾ നോട്ട് ബി അവാർഡ് ഫോർ. ഗ്രേസ് മാർക്ക് തരില്ല. അതായത് നമുക്ക് വല്ല സ്പോർട്സിൽ എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിലും ചലഞ്ച് കോഴ്സിന് ആ ഗ്രേസ് മാർക്ക് ഇല്ല. നിങ്ങളെ സ്കില്ലാണ് അവിടെ നോക്കുന്നത്. ഞാൻ പറയാണ് എന്താണ്, ഞാൻ ഫിസിക്സ് പഠിച്ച് പാസ്സാവും, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് പാസ്സാവുമെന്ന് പറയുന്ന ഒരുത്തൻ പിടിച്ച് പാസ്സായി യൂണിവേഴ്സിറ്റിനായിട്ട് ചലഞ്ച് ചെയ്ത് നിങ്ങളത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല, അത് ഗ്രേഡായിട്ട് കൂട്ടൂല. സി ഗ്രേഡ് കിട്ടിയാൽ മതി. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണ്ട. അടുത്ത സമയത്ത് ക്ലാസ്സുകൾ അറ്റൻഡ്, മീൻസ് റിസൾട്ട് വരുന്നവരെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അസൈൻമെന്റ് എഴുതണ്ട, അതിന് വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എന്തായി, രക്ഷപ്പെട്ടു. ഓക്കെ, അതാണ്. ഇന്റേണൽ മാർക്ക് ഇല്ലെങ്കിൽ തന്നെ എന്ത് സുഖ, നമുക്ക് അത്രയും സമയം കിട്ടല്ലേ. ഓക്കെ, അതാണ് അത് പറഞ്ഞത്. ഇനി എലിജിബിൾ ചലഞ്ച് കോഴ്സ് ആൻഡ് സെമസ്റ്റർ അവൈലബിലിറ്റി. എലിജിബിൾ ചലഞ്ച് കോഴ്സ് ആൻഡ് സെമസ്റ്റർ അവൈലബിലിറ്റി ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ S2-ലുള്ള ഗ്രൂപ്പ് സ്പെസിഫിക് മാത്തമാറ്റിക്സ് 2 അത് നമുക്ക് എവിടെ പഠിക്കാം, S1-ൽ പഠിക്കാം. ഇത് എവിടെ പഠിക്കാന്നുള്ള പ്രൊസീഡിങ് സെമസ്റ്റർ ഫ്രം വേർ ദ ചലഞ്ച് കോഴ്സ് ക്യാൻ ബി ടേക്കൺ. ഇപ്പം നമ്മൾ S1-ലാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് പഠിക്കാം, S2-ലുള്ള ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റും, ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇതാ S1-ലുള്ള, ഇപ്പോൾ S1-ൽ ഇത് മൂന്നും S1-ത്തെ കേസാണ് പറയുന്നത്. S1-ൽ നമുക്ക് വേണമെങ്കിൽ S2-ലുള്ള മാത്സ് നമുക്ക് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. ഒരു ഓപ്ഷൻ S2-ലുള്ള മാത്സ് ചലഞ്ച് ചെയ്യാം. ഇത് 3 തരം മാത്സുകളുണ്ട്, അല്ല 4 തരം മാത്സുകൾ ഉണ്ടാവും. ഒന്ന് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് വേറെ മാത്സ് ആയിരിക്കും, മീൻസ് ഗ്രൂപ്പ് എക്കുള്ള മാത്സ് ആയിരിക്കും. ഗ്രൂപ്പ് ബിക്ക് വേറെ മാത്സ് ആണ്, ഗ്രൂപ്പ് സിക്ക് വേറെ മാത്സ് ആണ്, ഗ്രൂപ്പ് ഡിക്ക് വേറെ മാത്സ് ആണ്. ഗ്രൂപ്പുകൾ അറിയാമല്ലോ, കമ്പ്യൂട്ടർ സയൻസുകളുള്ളവരെ ബ്രാഞ്ചുകളൊക്കെ ഒരു ഗ്രൂപ്പിലാണ്. ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ്, ഇലക്ട്രോണിക്സ്, ബയോമെഡിക്കൽ അത്തരത്തിലുള്ളവർക്ക് ഒരു ഗ്രൂപ്പിലാണ്. ആൻഡ് ഫിസിക്കൽ സയൻസ്, ഫിസിക്കലായിട്ടുള്ള മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ, എയറോനോട്ടിക്കൽ, ഇതൊക്കെ ഗ്രൂപ്പ്സിലാണ്. പിന്നെ ലൈഫ് സയൻസ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. ബയോടെക്നോളജി വേറെ ഏതോ ഒരു ബ്രാഞ്ചും കൂടെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവർക്കൊക്കെ സെപ്പറേറ്റ് മാത്സ് ആണ്. അതിൽ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള S2-ലുള്ള മാത്സ് നിങ്ങൾ S1-ൽ ചലഞ്ച് ചെയ്ത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. നിങ്ങൾക്ക് 3 ക്രെഡിറ്റ് കിട്ടും. ക്രെഡിറ്റ് കൂട്ടും, CGPA-ൽ കൂട്ടൂല എന്നുള്ളൂ, ക്രെഡിറ്റ് കൂട്ടും. എവിടെ ക്രെഡിറ്റ് കൂട്ടും, നമ്മുടെ ഗിയറോട്ടിൻ്റെ കേസിലൊക്കെ ക്രെഡിറ്റ് കൂട്ടും. എന്തുണ്ടാവില്ല, CGPA-ൽ കൺസിഡർ ചെയ്യില്ല. അതായത് BSc കോഴ്സുകൾ. അതുപോലെ വേറെ ഏതാ പറ്റുക, ഫിസിക്സ് ഫോർ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ കെമിസ്ട്രി ഫോർ എഞ്ചിനീയേഴ്സോ പറ്റും. അതായത് നിങ്ങൾ S1-ൽ കെമിസ്ട്രി ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് S2-ൽ ഫിസിക്സ് ആയിരിക്കും. S1-ൽ ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് S2-ൽ കെമിസ്ട്രി ഉണ്ടാവും. എന്തായാലും പഠിക്കാനുള്ളതാണ്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാക്കാം. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് കിട്ടും.
അതുപോലെ നിങ്ങൾക്ക് പറ്റുന്നതാണ് പ്രോഗ്രാമിംഗ് സി. ആർക്കാണ് അത്? എല്ലാവർക്കും ഇല്ല, ഗ്രൂപ്പ് എക്കും ഗ്രൂപ്പ് ബിക്കും മാത്രം പറ്റുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സിയെയും എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. ഓക്കെ, അടുത്തത് അത് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചു വന്ന +1 +2 കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചു വന്നവർക്ക് വേണമെങ്കിൽ ഇത് ഈസിലി പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ പോകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആ ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ആലോചിക്കുന്നത് എനിക്കിത് ഇല്ലാതായി പോയല്ലോ എന്ന്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും യൂട്ടിലൈസ് ചെയ്തേനെ. കാരണം ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ. ഓക്കെ, മീൻസ് ലാസ്റ്റ് സമയം അതിനായിട്ട് മാത്രം കുറച്ച് സമയം മാറ്റി വെച്ചാൽ തന്നെ നമുക്കത് പാസ്സാക്കി എടുക്കാവുന്നതൊക്കെ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഗ്രൂപ്പ് സ്പെസിഫിക്. ഇനി S2 എത്തുന്ന സമയത്ത് നമുക്ക് കുറേ സാധനങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ S2 പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു ചലഞ്ച് കോഴ്സേ ഉള്ളൂ. അതേതാണ്? ഗ്രൂപ്പ് സ്പെസിഫിക് മാത്തമാറ്റിക്സ് 3. അതായത് S3 മാത്സിനെ നമുക്ക് ചലഞ്ച് ചെയ്യാം. S2 പഠിക്കുന്ന സമയത്ത് S3 മാത്സിനെ ചലഞ്ച് ചെയ്യാം, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, അത് മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് S3 പഠിക്കുന്ന സമയത്ത് നമുക്ക് S4 മാത്സിനെ ചലഞ്ച് ചെയ്യാം. കുറേ സബ്ജക്റ്റുകളൊന്നും ഇല്ല. S1 ഒരു 3 സബ്ജക്റ്റുകൾ വരെ എന്ത് ചെയ്യാണ്ട് നമുക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. S2 ഒരു സബ്ജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, S3 ഇത് ചെയ്യാം. S3 എത്തുമ്പോൾ S4 മാത്സിനെ ചലഞ്ച് ചെയ്യാം. ആൻഡ് S5 S6 നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് 3 ക്രെഡിറ്റ് പെർ കോഴ്സ്. അതായത് ഒരു ഓപ്പൺ ഇലക്റ്റീവ് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഓപ്പൺ ഇലക്റ്റീവ് പറഞ്ഞല്ലോ, വേറെ ബ്രാഞ്ചിൻ്റെ ഇലക്റ്റീവ് നമുക്ക് ചലഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ 2 ലെവൽ 3 കോഴ്സുകൾ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. 2 ലെവൽ 3 കോഴ്സുകൾ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. അതിനെന്താണ് 3 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഇനി അത് S5 കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ S4 തന്നെ വേറൊരു. ഓക്കെ, ഇത് S5 S6 കേട്ടോ. S4 നമ്മൾ പറഞ്ഞിട്ടില്ല. S4 നമുക്ക് പറ്റുന്ന ഒരു സാധനം S4 S5 S6 ആണെങ്കിൽ നമുക്ക് S5 S7 ഇലക്റ്റീവിനെ എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പോൾ S1 ഇതപ്പോൾ ഈ S1 നമുക്ക് S2 ഈ 3 സബ്ജക്റ്റിനെ ചലഞ്ച് ചെയ്യാം. S2 നമുക്ക് S3 സബ്ജക്റ്റിനെ ചലഞ്ച് ചെയ്യാം. പിന്നെ ഈ S5 S6 അല്ലെങ്കിൽ S6 വേണമെങ്കിൽ S7 1 ഓപ്പൺ ഇലക്റ്റീവിനെയും 2 ലെവൽ 3 കോഴ്സുകളെയും ചലഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ S4 S5 S6 ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, SML ഇലക്റ്റീവിനെ ചലഞ്ച് ചെയ്യാം. അതിൻ്റെ ക്രെഡിറ്റ് 2 ക്രെഡിറ്റുള്ള ഇലക്റ്റീവിനെ വേണമെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ S5 S6 S7 നമുക്ക് വേണമെങ്കിൽ S8 ഒരു ഓപ്പൺ ഇലക്റ്റീവും 1 ലെവൽ 3 PE കോഴ്സിലും വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. അതുപോലെ S4 S5 S6 പറ്റുന്ന SML ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ഇത് S7 ആണ്. ഓക്കെ, S4 S5 S6 S7 നമുക്ക് വേണമെങ്കിൽ ഏതിന് ചെയ്യാം, S8 ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ 1 ക്രെഡിറ്റുള്ള ഇതിനെയും വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇത് ടോട്ടൽ എത്ര ക്രെഡിറ്റ് ഉണ്ട്? 3 4 7. പക്ഷേ ഇത് ടോട്ടൽ നമുക്ക് എത്രയേ പറ്റുള്ളൂ? 20 ക്രെഡിറ്റ് മാക്സിമം ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ 3 4 7 7 4 11 14 17. ഇവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ട്? 3 9 17 9 26 28 29 32 35. ടോട്ടൽ 35 ക്രെഡിറ്റിനുള്ള സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് 20 ക്രെഡിറ്റിനുള്ള സബ്ജക്റ്റുകളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേതെങ്കിലും സബ്ജക്റ്റ് തോറ്റുപോയാലും പ്രശ്നമില്ല, അടുത്ത സെമസ്റ്ററിൽ അത് പഠിച്ചാൽ മതി. ഒന്ന് നോക്കട്ടെ, ഇവിടുത്തെ ഒരു ഇത് കണ്ടോ? ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് വേണമെങ്കിൽ S7 തന്നെ എത്ര സബ്ജക്റ്റിനൂടെ കളയാം. S8 കളഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ഫുൾ ഫ്രീ ആവും, ഓൾമോസ്റ്റ് ഫുൾ ഫ്രീ ആവും. ആ കയ്യിൽ അത്രയും സബ്ജക്റ്റേ പഠിക്കാനുണ്ടാവുള്ളൂ. അത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ കളയാം. പക്ഷെ ആലോചിക്കണം, S3 S4 കുറേ സബ്ജക്റ്റുകൾ നമുക്ക് സ്വന്തമായിട്ട് വേറെ പഠിക്കാനുണ്ട്.
അതുപോലെ S5 S6 പഠിക്കാനുണ്ട്. ചലഞ്ച് ചെയ്തിട്ട് പാസ്സാവാൻ പറ്റുന്നവർക്ക്. ഓക്കെ, പറ്റാത്ത കാര്യമൊന്നും ഞാൻ പറയില്ല. പിന്നെ എല്ലാവർക്കും പറ്റുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പറ്റുന്നവർ എന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യുക. ഓക്കെ, ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത്, നമ്മളുടെ ഇയർ ബാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇത് നിങ്ങളുടെ ഇയർ ബാക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്, അതായത് 2015 സ്കീമിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് S4 S5 കയറുന്ന സമയത്ത് 18 ക്രെഡിറ്റ് മതി അല്ലേ? അത് S1 S2 മാത്രം എക്സാം കൂട്ടിയിട്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ S2 സെക്കൻഡ് സെമ്മിന്ന് തേർഡ് സെമ്മൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് 35 ക്രെഡിറ്റ് വേണമായിരുന്നു ഔട്ട് ഓഫ് 47. 35 അല്ല 47 35 ക്രെഡിറ്റ് ഇല്ലാത്തവന് എവിടേക്ക് കയറിയിരിക്കാൻ പറ്റില്ല, S3 കയറിയിരിക്കാൻ പറ്റില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറച്ച് 2-3 സബ്ജക്റ്റിൻ്റെ പൊട്ടി കഴിഞ്ഞാൽ തന്നെ എന്തായി, അടുത്ത സെമസ്റ്ററിലോട്ട് കയറിയിരിക്കാൻ പറ്റത്തില്ല. അവനെന്ത് ചെയ്ത് ഇയർ ബാക്കായി പോവും. അതിന് അത്ര എക്സാം പോലും കിട്ടില്ല. കാരണം S1 എക്സാം കിട്ടും, S2 എക്സാം കിട്ടും, ഒരു സപ്ലൈ എക്സാം കിട്ടും. അതോട് അത് ക്ലിയർ ചെയ്തിട്ട് വേണം പോവാൻ. ഇപ്പൊ നോക്കൂ, 4th നിന്ന് 5th എത്തുമ്പോഴേ ഉള്ളൂ. അതായത് ഇത് ഈസിലി അച്ചീവബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. SGPAയും CGPAയും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് അടുത്ത കാര്യം പറയുന്നത്. സെമസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ് SGPA ആൻഡ് ദ SGPA earned by a student is a quantitative indication of the student's performance in a semester. The SGPA is the weighted average of the grade point obtained in all courses of the current semester registered by the students. SGPA calculation എങ്ങനെയാണ് വരുന്നത്? For each course registered, the grade point earned are multiplied by the credit for that course. For each course registered, the grade point earned are multiplied the credit for that course. അതായത് നിങ്ങൾക്ക് എത്ര ഗ്രേഡ് പോയിന്റ് കിട്ടി, അതായത് നിങ്ങൾക്ക് ഏത് കിട്ടി, ഇപ്പം നിങ്ങൾക്കൊരു C ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് എത്രയാണോ അതുകൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യും, ആ കോഴ്സിൻ്റെ ക്രെഡിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ദ സം ഓഫ് ഓൾ സച്ച് ക്രെഡിറ്റ് grade point product is the divided by the total credit registered in the semester to calculate the SGPA for that semester. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങളൊരു സബ്ജക്റ്റിന്, ഇപ്പോൾ ഒരു മാത്സിന് ഒരു 3 ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കാം. ആ സബ്ജക്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 ക്രെഡിറ്റ് കിട്ടും. നിങ്ങൾക്ക് സപ്പോസ് 3 ക്രെഡിറ്റ് കിട്ടും ഒരു മാത്സിന്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു B+ ഗ്രേഡ് കിട്ടി ആ സബ്ജക്റ്റിന്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേഡ് പോയിന്റ് ആണ്? 8 ആണ്. ഈ 8 × 3 കൂട്ടും 24. ഇതുപോലെ അടുത്ത സബ്ജക്റ്റ്, ഇപ്പോൾ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ 4 ക്രെഡിറ്റ് ആയിട്ട്, എത്രയെന്ന് ഞാൻ നോക്കുന്നില്ല, 4 ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കാം. അതിൽ നിങ്ങൾക്കൊരു C+ ആണ് കിട്ടിയത്. ഇപ്പം 4 × 7 ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 28 കിട്ടും. ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂട്ടും ആ സെമസ്റ്ററിൽ. ഡിവൈഡ് ബൈ ആ സെമസ്റ്ററിൽ എത്ര ക്രെഡിറ്റ് ഉണ്ട് എന്ന് നോക്കും. എന്നിപ്പോൾ S1 ഇപ്പോൾ നമുക്ക് 25 ക്രെഡിറ്റ് ആണെന്ന് വിചാരിക്കാം. അതെവിടെ മനസ്സിലാവും? ഇതാ ഇവിടെ കണ്ടോ, S1 നമുക്ക് 20 ക്രെഡിറ്റ് ആണ്. അപ്പോൾ അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യും? 20 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ SGPA കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ പോയി യെസ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? SGPA കിട്ടും. അതാണ് പറഞ്ഞത്. SGPA is the weighted average എന്ന് പറഞ്ഞു. ഫോർ ഈച്ച് കോഴ്സ് ദ ഗ്രേഡ് പോയിന്റ് ഏൺ ബൈ മൾട്ടിപ്ലൈ ബൈ ദ ക്രെഡിറ്റ് ഫോർ ദാറ്റ് കോഴ്സ്. ഗ്രേഡ് പോയിന്റിൻ്റെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങോട്ട് ഈ ഗ്രേഡ് പോയിന്റിൻ്റെ സമ്മുകൾ എടുക്കും, എല്ലാ സബ്ജക്റ്റും ഇങ്ങോട്ട് അതിനെ ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് SGPA കാണാനുള്ള ഇക്വേഷനാണ്. ക്രെഡിറ്റ് ഇൻറ്റു സം ഓഫ് ക്രെഡിറ്റ് ഇൻറ്റു ഓരോ സബ്ജക്റ്റിൻ്റെ ക്രെഡിറ്റ് ഇൻറ്റു അതിനെന്തായിട്ട് ചെയ്യും? അതിൻ്റെ GPA ആയിട്ട് ചെയ്യും. എന്നാൽ ഗ്രേഡ് പോയിന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഓരോന്നും കൂട്ടി പോകും. ഡിവൈഡ് ബൈ സം ഓഫ് ഓൾ സബ്ജക്റ്റ്. ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇക്വേഷൻ ഇങ്ങനെയാണ് ഇക്വേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോഴ്സ് ഇൻ ദ സെമസ്റ്റർ. സമ്മേഷൻ അറിയാൻ മനസ്സിലാവും. ഇതൊരു കോഴ്സ്, പിന്നെ രണ്ടാമത്തെ കോഴ്സ് ഇടുമ്പോൾ I2 ആക്കും, രണ്ടാമത്തെ കോഴ്സ്
മൂന്നാമത്തെ കോഴ്സ്, അങ്ങനെ ഓരോന്നിൻ്റെ ചെയ്ത് സമയത്ത് കണ്ടുപിടിക്കും. ഇത് തന്നെയാണ് SGPA. സോറി, ഇതാണ് SGPA പറയുന്നത്. ഇതുപോലെ തന്നെയാണ് CGPA. CGPAയിൽ എന്താവും? എല്ലാ കോഴ്സുകളും. CGPA indicate the overall performance student from the time of joining the program to a specific semester. CGPA ആലോചിക്കുന്നത് എവിടുന്ന് ജോയിൻ ചെയ്തു അത് മുതൽ ഏതുവരെ എത്തി എന്നതാണ്. ഇപ്പോൾ S5ലാണ് നമ്മൾ CGPA നോക്കുന്നതെങ്കിൽ അതുവരെയുള്ള ക്ലാസ്, അതുവരെ നടന്നിട്ടുള്ള സബ്ജക്റ്റുകൾ വെച്ചിട്ടാണ് CGPA കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി CGPA 8 സെമസ്റ്ററും കഴിയുമ്പോഴാണ് ഉണ്ടാവുക. ഓക്കെ, it is calculated by taking the weighted average of the grade point obtained in all the course registered by the students since the first semester. It is calculated by taking the weighted average of the grade point. തന്നെ സംഭവം നമ്മൾ നേരത്തെ SGPA എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും എടുക്കുന്നു എന്ന് മാത്രം. പെർസെൻറ്റേജ് ഇക്വലൻ്റ് ഓഫ് CGPA കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞു ദ പെർസെൻറ്റേജ് ഇക്വലൻ്റ് ഓഫ് എ CGPA ഈസ് കാൽക്കുലേറ്റഡ് ബൈ 10 × 10 ആയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 8.95 ഈസ് കിട്ടിയ ഒരാൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? അതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 89% ഇതുണ്ട് എന്നാണ് അർത്ഥം. CGPAൻ്റെ കാൽക്കുലേഷൻ എന്താണ്? നേരത്തെ പറഞ്ഞ തന്നെ ഓരോ കോഴ്സ് എടുക്കുക, അതിൻ്റെ ക്രെഡിറ്റ് ഇൻറ്റു അതിൻ്റെ ഗ്രേഡ് പോയിന്റ്, നമുക്ക് കിട്ടിയ ഗ്രേഡ് പോയിന്റ് നോക്കുന്നു, ഡിവൈഡ് ബൈ അങ്ങനെ എല്ലാം കൂട്ടുന്നു, എല്ലാ കോഴ്സുകളും അങ്ങനെ കൂട്ടുന്നു, ഡിവൈഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്. ടോട്ടൽ ക്രെഡിറ്റ് എത്ര? 167 ആണ് നമ്മുടെ അക്കാദമിക് ക്രെഡിറ്റ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ കാര്യം വേണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞുതരാം. എൻ്റെ ക്രെഡിറ്റ്, എൻ്റെ CGPA, എനിക്ക് കോളേജിൽ പഠിച്ച് കിട്ടിയ CGPA എന്ന് പറഞ്ഞാൽ 8 ആയിരുന്നു. എൻ്റെ സപ്ലികളുടെ എണ്ണം എത്ര ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0. ഞാൻ എല്ലാം ഒറ്റ എക്സാം എഴുതിയിട്ട് തന്നെ ഞാൻ എല്ലാ സബ്ജക്റ്റുകളും പാസ്സായിരുന്നു. അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് +1 +2 ആയിരുന്നു കുറച്ചും കൂടി പാടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കുറച്ച് എൻജിനീയറിംഗ് വളരെ ഈസി ആയിരുന്നു. എനിക്ക് എന്തുകൊണ്ട് എൻജിനീയറിംഗ് ഈസി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. എൻജിനീയറിംഗിൽ ഇത് ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്, ഫസ്റ്റ് ഇയേഴ്സ് കാണുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞിരുന്നത്. എൻജിനീയറിംഗിൽ മാത്തമാറ്റിക്സ് മനസ്സിലായി കഴിഞ്ഞാൽ 4 സെമ്മത്തെ മാത്സ് പക്കയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഒരു 65 to 70% ഈസി ആയിട്ട് പാസ്സാവും. ഈസി ആയിട്ട് പാസ്സാവുന്നല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എല്ലാം ചെയ്യും. പിന്നെ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം എന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ ഇംഗ്ലീഷ് എന്ന് ഉദ്ദേശിച്ചാൽ എഴുതി പിടിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു ഇംഗ്ലീഷ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അത് പേപ്പറിലോട്ട് ആക്കാൻ അറിയുന്നൊരു പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അതും കൂടി പ്രസൻറ്റേഷനാണ് ഉദ്ദേശിച്ചത്. പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ, അതായത് വെറുതെ ഗ്യാസ് അടിച്ച് കയറ്റുക എന്നുള്ളതല്ല, നമുക്ക് അറിയാം, ഈ കൺസെപ്റ്റ് അറിയാം, ഇതാണ് സംഭവം എന്ന് അറിയാം, പക്ഷെ ഇതൊക്കെ ഒരാള് ചിലപ്പോൾ വാക്കുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലിരിക്കുന്ന സാധനം അല്ലെങ്കിൽ മെമ്മറിയിലിരിക്കുന്ന സാധനം പേപ്പറിൽ എഴുതാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഈസി. ഇനി എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ അടിപൊളിയായിരുന്നു. ഞാൻ S1ഉം S2ഉം മാത്സ് ഭയങ്കര ഈസി ആയിരുന്നു. ഈസി എന്ന് പറഞ്ഞാൽ ആദ്യം തുടക്കത്തിൽ എന്തോ എഫേർട്ട് എടുത്തുകൊണ്ടായിരിക്കാം ഈസി ആയിരുന്നു. ഇതിൽ ഞാൻ കുറച്ച് ബാഡായിരുന്നു. മീൻസ് എനിക്ക് അറിയെങ്കിൽ പോലും എഴുതി പിടിപ്പിക്കാൻ പാടായിരുന്നു. പക്ഷെ എനിക്ക് മാത്സ് അറിയുന്നതുകൊണ്ട് എനിക്ക് എന്തായിരുന്നു ഈസി, ഞാൻ എല്ലാ ഡെറിവേഷൻസുകളും പെട്ടെന്ന് ചെയ്യുമായിരുന്നു. എഴുതി പിടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. തിയറി ക്വസ്റ്റ്യൻസുകൾ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. എഴുതി പിടിപ്പിക്കാനുള്ള മടിയാവാം, അല്ലെങ്കിൽ ഞാൻ അത്ര ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ കേസ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്കൊരു മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും മാത്സ്. ഇത് നിങ്ങൾ ഓരോ ഹയർ സെമസ്റ്ററിലെത്തുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ സാർ അങ്ങനെ മാത്സ് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മേലെത്തിയപ്പോൾ നമുക്ക് മാത്സ് ഒന്നും കണ്ടില്ല എന്നൊന്നും നിങ്ങൾ പറയരുത്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ Xഉം Y ഒക്കെ ആയിരിക്കും കാണാം മാത്സിൽ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇലക്ട്രിക്കൽ എത്തുമ്പോൾ കറണ്ടും വോൾട്ടേജും സാധനങ്ങളാണ് അവിടെ വരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഈ സാധനത്തിന് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് ഇവിടുന്ന് വഴിതിരിഞ്ഞ് വന്ന സാധനമാണ്. ഓക്കെ, ഇവിടെ Xഉം Y ഇട്ടതിന് പകരം അവിടെ ഇട്ടിരിക്കുന്നത് വോൾട്ടേജും കറണ്ട് ആണെന്നുള്ള സാധനം നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ
വോൾട്ടേജിനും കറണ്ടിനൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളൊക്കെ അവിടെ ഉണ്ടാവും, മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഡെറിവേഷൻ ചെയ്യും. അല്ലെങ്കിൽ ഇത് എക്സും വൈ എന്നുള്ളത് ചിന്തിച്ചിട്ട് നിങ്ങളത് ചെയ്യും. ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് ഉത്തരത്തിലോട്ട് എത്തും. ഞാൻ ആ ടെക്നിക്കാണ് ഉപയോഗിച്ചിരുന്നത്. എല്ലാ സബ്ജക്റ്റിനും എല്ലായ്പ്പോഴും പറ്റുന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങും. അതായത് ആ കൺസെപ്റ്റ് ഇതാണ്. നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിക്കും, ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ പഠിക്കാനുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം പഠിക്കും, ഫൊറിയറിൻ്റെ സാധനങ്ങൾ പഠിക്കാനുണ്ടാവും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കും, ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യും. ഇത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ എന്തുണ്ടാവും മുകളിൽ. വെറുതെ ഇത് പഠിപ്പിച്ച് വിടുകയല്ല, ഇതൊക്കെ വേറെ അടുത്ത് എവിടെയെങ്കിലും യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ മാത്സ് നിങ്ങൾക്ക് അവിടെ സ്പെസിഫിക് ആയിട്ട് വരുന്നത്. അതും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് അപ്ലിക്കേഷൻ ലെവലിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാത്ത വേണ്ടാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനി CGPA കാൽക്കുലേഷൻ ഫോർ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ്. ലാറ്ററൽ എൻട്രി എന്ന് പറയുമ്പോൾ പോളി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലോട്ട് വരുന്നത്, തേർഡ് സെമ്മിലോട്ട് വരുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. ഫോർ എ സ്റ്റുഡൻറ് അഡ്മിറ്റഡ് അണ്ടർ ദ ലാറ്ററൽ എൻട്രി സ്കീം, ക്രെഡിറ്റ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ കോഴ്സ് ഷോൾ നോട്ട് ബി ഇൻക്ലൂഡ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് CGPA. CGPA എന്തുണ്ടാവില്ല, ഒന്നാമത്തെ രണ്ടാമത്തെ സെമ്മത്തെ ഇതുണ്ടാവില്ല, കാരണം അവർ ഒന്നും രണ്ടും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതല്ലാത്തേ ഉണ്ടാവുള്ളൂ. ദ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് ഫോർ BTech lateral entry students shall include the statement a total of 44 credit have been awarded based on the credit earned from the qualifying diploma or degree program. അതായത് ഇവർക്ക് 44 ക്രെഡിറ്റുകൾ ഏൺ ചെയ്തത് ഡിപ്ലോമ പഠിച്ചുകൊണ്ടാണെന്നുള്ളത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുന്നു. നോൺ കമ്പ്യൂട്ടബിൾ കോഴ്സ് ഫോർ SGPA ആൻഡ് CGPA. CGPAയിലും SGPAയിലും കൂട്ടാത്ത കോഴ്സുകൾ, course that are not considered for the computation of CGPA and SGPA shall be explicitly listed in the curriculum. കരിക്കുലത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് CGPAയിൽ കൂട്ടും ഇത് CGPAയിൽ കൂട്ടില്ല എന്നൊക്കെ കരിക്കുലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് പെർസ്യൂഡ് ടുവേർഡ്സ് എ മൈനർ ഓർ ഓണർ സ്പെഷ്യലൈസേഷൻ CGPAയിൽ കൂട്ടൂല. ആസ് വെൽ ആസ് ക്രെഡിറ്റ് ഏൺ ത്രൂ ചലഞ്ച് കോഴ്സ് കൂടെ എക്സാമിനേഷൻ കൂടെ പാസ്സായത് CGPA SGPAയിൽ കൂട്ടൂല. ഷോൾ നോട്ട് ബി ഇൻക്ലൂഡ് ഇൻ ദ കാൽക്കുലേഷൻ ഫോർ ദ മെയിൻ BTech പ്രോഗ്രാമിൽ ഓണേഴ്സിൻ്റെയോ മൈനേഴ്സിൻ്റെയോ പിന്നെ ചലഞ്ച് കോഴ്സിൻ്റെയോ കൂട്ടത്തില്ല. ഡെസിമൽ അക്യുറസി, അതായത് നമ്മൾ എഴുതി നമ്മളൊരു എന്താണ് ഫ്രാക്ഷൻ അല്ലേ വരിക, അത് നമ്മളെല്ലാം കൂട്ടി ഡിവൈഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ GPA അല്ലെങ്കിൽ CGPA ഷാൽ ബി കാൽക്കുലേറ്റഡ് ഇൻ 2 decimal places. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 8 പോയിന്റ് ആണെങ്കിൽ 8.01, 8.00 ഇത്രേ വരുള്ളൂ. അപ്പോൾ 7 ആണെങ്കിൽ 7.96. ഇങ്ങനെയാണ് എന്ത് വരിക, റിസൾട്ട് വരിക കേട്ടോ. നെക്സ്റ്റ്, ആക്ടിവിറ്റി ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് ഫോർ BTech സ്റ്റുഡൻസ്. BTech സ്റ്റുഡൻസിന് വേണ്ട ആക്ടിവിറ്റി ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞു 167 + 3 എന്താണ്, ആക്ടിവിറ്റി പോയിന്റ് ആണ്. 3 ക്രെഡിറ്റ് ആക്ടിവിറ്റി പോയിന്റ് വഴിയാണ് നമ്മൾ നേടുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. എ സ്റ്റുഡൻറ് മസ്റ്റ് ഏൺ 3 credit ബൈ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് കോ കരിക്കുലം ആൻഡ് എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വാങ്ങേണ്ടതാണ് ഏത് 3 credit ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ യൂണിവേഴ്സിറ്റി തരുന്ന ഗൈഡ് ലൈൻസ് വഴി ആണ് അത് കിട്ടുക. ദ റിക്വയർഡ് ആക്ടിവിറ്റി പോയിന്റ് മസ്റ്റ് ബി ഏൺ ഫ്രം 3 designated group specified in the BTech curriculum. BTech curriculumത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ത്, 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി പോയിന്റ് നേടുന്നത്. 3 designated groups എന്നാണ് അത് നേടുന്നത്, സ്പെസിഫൈ ചെയ്തിട്ടുള്ള. റെഗുലർ BTech സ്റ്റുഡൻറ് മസ്റ്റ് അക്വയർ എ മിനിമം 120 ആക്ടിവിറ്റി പോയിന്റ്. 120 ആക്ടിവിറ്റി പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, നേടിയിരിക്കണം. വിത്ത് അറ്റ്ലീസ്റ്റ് 40 പോയിന്റ് ഫ്രം ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ എത്ര പോയിന്റ് വാങ്ങണം, 40 പോയിന്റ് വാങ്ങിയിട്ട് ടോട്ടൽ 3 ഗ്രൂപ്പല്ലേ ഉള്ളത്, 3 ഗ്രൂപ്പും കൂടി 120 ക്രെഡിറ്റ് പോയിന്റ് വാങ്ങിയിരിക്കണം. ഇത് പണ്ടത്തെ ഞങ്ങൾക്ക് 200 ആയിരുന്നു കേട്ടോ, ഇപ്പോൾ അത് 120 എത്തിക്കണം. ഈസിയാണ്. ടു ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ് ഓഫ് 3 ആക്ടിവിറ്റി ക്രെഡിറ്റ്, BTech laterally entry students must acquire a minimum. അവർക്ക് 90 ആക്ടിവിറ്റി പോയിന്റ് വാങ്ങിയാൽ മതി. അവർക്ക് 3 വർഷമല്ലേ ഉള്ളൂ, 1 വർഷം കുറഞ്ഞ അല്ലേ, 90 ആക്ടിവിറ്റി പോയിന്റ് വാങ്ങിയാൽ മതി. അവരെന്താക്കണം, 30 പോയിന്റ്സ് ഓരോ സ്പെസിഫിക് ഗ്രൂപ്പിൽ നിന്നും നമ്മൾ എത്ര വാങ്ങണം, 30 പോയിന്റ് വീതം വാങ്ങിയിരിക്കണം. സ്റ്റുഡൻറ് മസ്റ്റ് മെയിൻറ്റെയിൻ
എ ഫയൽ കണ്ടെയ്നിങ് ഡോക്യുമെൻ്ററി പ്രൂഫ് ഓഫ് ആക്ടിവിറ്റി പാർട്ടിസിപ്പേറ്റ് ഇൻ അറ്റസ്റ്റഡ് ബൈ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ. സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ആൻഡ് ഫാക്കൽറ്റി അഡ്വൈസർ. ഇന്റർ യൂണിവേഴ്സിറ്റി ആൻഡ് സ്കീം മൈഗ്രേഷൻ സ്റ്റുഡൻറ് മസ്റ്റ് ഏൺ മിനിമം 5 points പെർ സെമസ്റ്റർ ഇൻ ഈച്ച് സ്പെസിഫൈഡ് ഗ്രൂപ്പ് ഡ്യൂറിങ് ദർ സ്റ്റഡി പീരീഡ് ഇൻ KT. അതായത് വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് KTയിലോട്ടൊക്കെ വന്നവരുണ്ടാവും, കുറവായിരിക്കും. അങ്ങനെ വന്നവർ ഉണ്ടെങ്കിൽ, മൈഗ്രേറ്റ് ചെയ്ത് വന്നവരുണ്ടെങ്കിൽ അവർ മിനിമം ഒരു സെമസ്റ്ററിൽ ഒരു ഗ്രൂപ്പിൽ നിന്നും 5 points നേടിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിമം വേണ്ടേ? 3 ഗ്രൂപ്പല്ലേ ഉള്ളത്. മസ്റ്റ് ഏൺ മിനിമം 5 points പെർ സെമസ്റ്റർ ഇൻ ഈച്ച് സ്പെസിഫൈഡ് ഗ്രൂപ്പ് ഡ്യൂറിങ് ദ സ്റ്റഡി. അതായത് 3 ഗ്രൂപ്പാണുള്ളത്, 12, 5, 15 എന്തെങ്കിലും അവർ വാങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത് ഓരോ സെമസ്റ്ററിലും. ഓക്കെ, അപ്പോൾ ഏത് സെമസ്റ്റർ മുതലാണോ വരുന്നത് അതുപോലെ ഇരിക്കും. ഓക്കെ, സെക്കൻഡ് സെമസ്റ്ററിലോട്ടാണോ അല്ലെങ്കിൽ തേർഡ് സെമസ്റ്റർ അല്ല 5th സെമസ്റ്ററിലോട്ടാണോ വരുന്നതെങ്കിൽ 4 അതിനനുസരിച്ച് അവർക്ക് പോയിന്റ് ഉണ്ടാക്കേണ്ടി വരും എന്നർത്ഥം. അടുത്ത എലിജിബിലിറ്റി ഫോർ BTech ഡിഗ്രി. BTech ഡിഗ്രി കിട്ടാനുള്ള എലിജിബിലിറ്റി. ഓക്കെ, എലിജിബിലിറ്റി ഫോർ BTech ഡിഗ്രി. ഓക്കെ, എ സ്റ്റുഡൻറ് ഷാൾ ബി എലിജിബിൾ ഫോർ ദ അവാർഡ് ഓഫ് BTech ഡിഗ്രി ഫ്രം ദ യൂണിവേഴ്സിറ്റി അപ്പോൺ സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് റിക്വയർമെന്റ്. ഓക്കെ, ഫുൾഫിൽ all the curriculum requirement within the stipulated duration of the course. കോഴ്സിൻ്റെ ഡ്യൂറേഷനിൽ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക എന്നർത്ഥം. നമുക്ക് എത്ര കൊല്ലമുള്ളത്? 4 വർഷം പ്ലസ് 2 വർഷം റിലാക്സേഷനും ഉണ്ട് മാക്സിമം. അപ്പോൾ 6 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BTech ഡിഗ്രി കിട്ടുള്ളൂ. മിനിമം CGPA ആൻഡ് ക്രെഡിറ്റ് മസ്റ്റ് ഹാവ് എ മിനിമം CGPA ഓഫ് 5. CGPA മിനിമം എത്ര ആയിരിക്കണം? 5 ഉണ്ടായിരിക്കണം. ഷുഡ് ഹാവ് മിനിമം 160 ക്രെഡിറ്റ് ഇൻക്ലൂഡിങ് 3 ക്രെഡിറ്റ് ഫ്രം ആക്ടിവിറ്റി പോയിന്റ്. മിനിമം 160 ക്രെഡിറ്റ് എങ്കിലും. ഇപ്പോൾ 170 160 10 ക്രെഡിറ്റിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 160 ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. 3 ഫ്രം ആക്ടിവിറ്റി പോയിന്റ്. അതിൽ 3 ക്രെഡിറ്റ് എന്താണ്? ആക്ടിവിറ്റി പോയിന്റ്. അപ്പോൾ ആക്ടിവിറ്റി പോയിന്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. സബ്ജക്റ്റിലാണ് ഒരു 10 ക്രെഡിറ്റ് നമുക്ക് എന്തുള്ളത്? മാക്സിമം റിലാക്സേഷൻ ഉള്ളത്. നോ പെൻഡിങ് ഡിസിപ്ലിനറി ആക്ഷൻ. എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് BTech ഡിഗ്രി കിട്ടില്ല. ദ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് മൈഗ്രേഷൻ ഓർ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് ഷാൾ ബി ഇഷ്യൂഡ് ടു സ്റ്റുഡൻറ് ഓൺലി ആഫ്റ്റർ ദ കാൻഡിഡേറ്റ് ഹാസ് സെറ്റിൽഡ് ഓൾ ഡ്യൂസ് ടു ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും ഡ്യൂസ്, എന്തെങ്കിലും ഫീസ് അടക്കാനോ പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് ബ്രേക്ക് ഓഫ് സ്റ്റഡി. അതെന്താന്ന് പറഞ്ഞുതരാം. അതായത് ഒരാൾ BTech പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവന് ബ്രേക്ക് എടുക്കാൻ, 1 വർഷത്തേക്ക് അവർക്ക് ബ്രേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരികയാണ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് എടുക്കാം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഒന്ന്, മെഡിക്കൽ കാരണം കൊണ്ട് ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ സീരിയസ് ഇൽനെസ് നീഡിങ് ലോങ് റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബ്രേക്ക് ഓഫ് സ്റ്റഡി എടുക്കാം. ഓക്കെ, അവരെന്ത് ചെയ്യണം? മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷനും വേണം. അടുത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ഇപ്പോൾ തിരിച്ച് റീജോയിൻ ചെയ്യുന്ന സമയത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിട്ട് വരും. അടുത്തത് സ്റ്റാർട്ടപ്പ് ഓർ പ്രൊഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എഞ്ചിനീയറിംഗിലാണ് പഠിക്കുന്നത്. നമുക്കൊരു ഐഡിയ വന്നു, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അത് ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഒരു എൻ്റർപ്രണർ ആവാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? BTechൻ്റെ ഇടയിൽ അത് ചെയ്യാൻ പോവാം. എന്തെടുത്തിട്ട് BTech ഇപ്പോൾ നിർത്തി വെക്കാം, എന്നിട്ട് ആ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാം. ഓക്കെ, എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്താൽ മതി? BTech കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെ ഉണ്ട്? KTUലുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഓർ പ്രൊഡക്റ്റ്, വയബിൾ സ്റ്റാർട്ടപ്പ് ഓർ പ്രൊഡക്റ്റ് ഐഡിയ ആയിരിക്കണം. അതായത് അതൊരു ഫീസിബിൾ ആയിരിക്കണം. സ്റ്റാർട്ടപ്പ് ഓക്കെ ആയിരിക്കണം. സബ്മിറ്റ് പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. പർപ്പസ്, പ്ലാന്, ടെക്നിക്കല്, ഫണ്ടിങ്, ഫ്യൂച്ചർ, ഇത് മൊത്തമുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. പ്രിൻസിപ്പൾ ആൻഡ് എക്സ്പേർട്ട് ടീമാണ് എന്ത് ചെയ്യുക? ഡിസൈഡ് ചെയ്യുക. എന്ത്, നിനക്ക് ലീവ് തരണോ വേണ്ടയോ, എൻ്റെ സ്റ്റാർട്ടപ്പ് കൊള്ളാവോ, വെറുതെ പോവാനാണോ, എൻ്റെ സ്റ്റാർട്ടപ്പ് കൊള്ളാവോ എന്നൊക്കെ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? പ്രിൻസിപ്പളാണ്. പക്ഷേ ഇത് എപ്പോഴാണ് പറ്റുള്ളൂ? 4th സെമസ്റ്ററിന് ശേഷമേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ 3rd ഇയറിലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്, സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാനും ഇതിനൊക്കെ പോകുന്നവർ
ഒന്നും രണ്ടും സെമസ്റ്റർ കഴിഞ്ഞ് തേർഡ് ഇയർ ആവാൻ നേരത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് സ്റ്റഡി എടുക്കാൻ യൂണിവേഴ്സിറ്റി അവസരം തരുന്നുണ്ട്. അടുത്ത് ഫെലോഷിപ്പ് ഇൻ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഫെലോഷിപ്പ് ഇട്ട് പോകുന്ന ഒരാൾക്ക് അവരെന്ത് ചെയ്യണം, ഫെലോഷിപ്പ് ഓഫർ ലെറ്റർ വിത്ത് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. IQAC നിന്നും കോളേജ് കൗൺസിലിൽ നിന്നും എന്തെടുക്കണം, റെക്കമെൻഡേഷൻ വാങ്ങണം. അടുത്തത് പേഴ്സണൽ റീസൺ, വാലിഡ് പേഴ്സണൽ റീസൺ ടെമ്പറലി സ്റ്റോപ്പിംഗ് സ്റ്റഡി. എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള പേഴ്സണൽ റീസൺ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറലി പഠിത്തം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പറ്റും. വാലിഡ് ആയിട്ടുള്ള റീസൺ ആയിരിക്കണം. ഉണ്ടാവാതിരിക്കാനില്ല, മീൻസ് മെഡിക്കലും അല്ലാത്ത തന്നെ ചില കേസുകൾ നമുക്ക് വന്നുകൂടായില്ലല്ലോ. ഓക്കെ, അടുത്ത് ബ്രേക്ക് ഓഫ് സ്റ്റഡി അപ്രൂവൽ പ്രൊസീജിയർ. എല്ലാവരും ലൈഫ് ഒരുപോലെ അല്ലല്ലോ. ബ്രേക്ക് ഓഫ് സ്റ്റഡി അപ്രൂവൽ പ്രൊസീജിയർ, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? പ്രിൻസിപ്പൽ അപ്ലോഡ് സ്റ്റുഡൻറ്റ് റിക്വസ്റ്റ് പ്ലസ് ഡോക്യുമെൻറ്റ്സ്. പ്രിൻസിപ്പൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും യൂണിവേഴ്സിറ്റി പോർട്ടൽ വിത്ത് റെക്കമെൻഡേഷൻ. ബ്രേക്ക് ടേക്സ് എഫക്റ്റ് ഓൺലി ആഫ്റ്റർ യൂണിവേഴ്സിറ്റി ഫൈനൽ അപ്രൂവലിന് ശേഷമാണ് നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, ബ്രേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഡ്യൂറേഷൻ ഓഫ് ബ്രേക്ക് ഓഫ് സ്റ്റഡി. ബ്രേക്ക് ഓഫ് സ്റ്റഡിയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡ്യൂറേഷൻ ഫോർ ബ്രേക്ക് ഓഫ് സ്റ്റഡീസ് 1 year. 1 വർഷമാണ് ബ്രേക്ക് ഓഫ് സ്റ്റഡിയുടെ നോർമൽ ഡ്യൂറേഷൻ. ഇൻ എക്സെപ്ഷണൽ സിറ്റുവേഷൻ ബ്രേക്ക് ഓഫ് സ്റ്റഡി ഈസ് പെർമിറ്റഡ് ഫോർ എ മാക്സിമം ഡ്യൂറേഷൻ ഓഫ് 4 year. മാക്സിമം പോയ 2 വർഷം, അത് എക്സെപ്ഷണൽ ആണ്. 1 വർഷം വരെ എന്തെടുക്കാം, ബ്രേക്ക് ഓഫ് സ്റ്റഡി ചെയ്യാം. അതായത് 2 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ 6 വർഷത്തിന് മുകളിൽ ബിടെക് തീർക്കണ്ടേ. 4 വർഷം എന്തായാലും പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ആ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ മാക്സിമം എടുക്കാൻ പറ്റുന്ന 2 വർഷമല്ല, അത്രയല്ലേ നമുക്ക് ബ്രേക്ക് ഓഫ് സ്റ്റഡി എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കണം. ഇയർ ബാക്ക് വരാതെ നോക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. ഇയർ ബാക്ക് വന്നാൽ 1 വർഷം പിന്നെയും പോയില്ലേ, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാതാവില്ലേ, ഒക്കെ നോക്കണം. അടുത്ത സ്റ്റുഡൻറ് സ്റ്റാറ്റസ് ആഫ്റ്റർ ബ്രേക്ക് ഓഫ് സ്റ്റഡി. ബ്രേക്ക് ഓഫ് സ്റ്റഡിയിൽ നിൽക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാറ്റസ്, ഇഫ് എ സ്റ്റുഡൻറ് ഡസ് നോട്ട് റീജോയിൻ ആഫ്റ്റർ ദ അപ്രൂവ്ഡ് ബ്രേക്ക് and doesn't inform the college, they will be marked as uninformed long absence. ഒരു കുട്ടി ബ്രേക്ക് ഓഫ് സ്റ്റഡി എടുത്ത് പോയി, എന്നിട്ട് തിരിച്ച് റീജോയിൻ ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യുന്നില്ല, റീജോയിൻ ചെയ്തതുമില്ല, കോളേജിൽ ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അൺഇൻഫോംഡ് ലോങ് ആബ്സെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ബ്രേക്ക് ഓഫ് സ്റ്റഡി റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ആഫ്റ്റർ എക്സാം എലിജിബിലിറ്റി എൻട്രി. ബ്രേക്ക് നോട്ട് അലൗഡ് ഇൻ എ സെമസ്റ്റർ ആഫ്റ്റർ എക്സാം എലിജിബിലിറ്റി ഈസ് എൻറ്റേർഡ് ഇൻ KTU പോർട്ടൽ. അതൊരു എക്സാം നമ്മൾ എന്ത് ചെയ്തു, എക്സാമിൻ്റെ എലിജിബിലിറ്റി നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സമയത്ത് നമുക്ക് ബ്രേക്ക് ഓഫ് സ്റ്റഡി എടുക്കാൻ പറ്റില്ല. എപ്പോഴേ പറ്റുള്ളൂ, ബ്രേക്ക് ഓൺലി അങ്ങനെയുള്ളവർ നെക്സ്റ്റ് സെമസ്റ്ററിലേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്തതിന് മുന്നേ എന്താക്കണം, എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ ബ്രേക്ക് ഓഫ് സ്റ്റഡി അപ്ലൈ ചെയ്തിട്ട് കൺഫേം ചെയ്ത് കിട്ടണം. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത സെമസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, ബ്രേക്ക് ഓഫ് സ്റ്റഡി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ബ്രേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ ബ്രേക്ക് എടുത്തു, ആ സമയത്ത് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കനോട്ട് അറ്റൻഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെയോ കോളേജിൻ്റെയോ ഇവൻറ്റ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താണ്, ബ്രേക്കിലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോളേജുമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത നമ്മളൊരു സ്റ്റുഡൻ്റ് അല്ല ആ സമയത്ത്, അതുകൊണ്ട് ഇത് പറ്റില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ ഇവൻറ്റ്സിനോ ക്യാമ്പസിലുള്ള പരിപാടികൾക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീജോയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താണ്, അപ്പോൾ ആ ക്യാമ്പസിലെ ഒരാളല്ല, നമ്മൾ അന്ന് ആ സമയത്ത് അവിടെ ഇല്ല, നമ്മളെ ബ്രേക്ക് എടുത്ത് പോയ ഒരാളാണ്. എക്സാമിൻ്റെ എലിജിബിലിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഫോർ ക്യാൻ രജിസ്റ്റർ ഫോർ, അതായത് അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. എല്ലാ എക്സാമിനും ഇല്ല, നമുക്ക് എഫ് ഗ്രേഡോ ആബ്സെൻറ്റ് ഗ്രേഡോ കിട്ടിയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവില്ല. തോറ്റതോ അല്ലെങ്കിൽ ആബ്സെൻറ്റ് ഗ്രേഡോ കിട്ടിയിട്ടുള്ള സബ്ജക്റ്റുകളിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഡിസിപ്ലിനറി ആക്ഷൻ, ഡീബാർ ഓർ സസ്പെൻഷൻ ഈസ് നോട്ട് എ ബ്രേക്ക് ഓഫ് സ്റ്റഡി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ if a student is debarred or suspended for a disciplinary reason, it will not be considered as a break of study. ഓക്കെ, അതിനെന്താക്കില്ല, ബ്രേക്ക് ഓഫ് സ്റ്റഡി ആയിട്ട് കൂട്ടില്ല.
എന്ന് വെച്ചിട്ട് ഒരാൾ ഡീബാർ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, അതെന്തല്ല ബ്രേക്ക് ഓഫ് സ്റ്റഡി അല്ല, അത് ഡിസിപ്ലിനറി ആക്ഷനാണ്. ഓക്കെ, ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ ഡീബാർ ഓർ സസ്പെൻഷൻ ഈസ് നോട്ട് എ ഡിസിപ്ലിനറി ആക്ഷൻ, ഡീബാർ ഓർ സസ്പെൻഷൻ ഈസ് നോട്ട് എ ബ്രേക്ക് ഓഫ് സ്റ്റഡി. ഓക്കെ, അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അൺഇൻഫോംഡ് ലോങ് ആബ്സെൻസ്. അതായത് ഒരാൾ ബ്രേക്ക് ഓഫ് സ്റ്റഡി എടുത്ത് പോയി, അവൻ തിരിച്ചു വന്നില്ല, റീജോയിൻ ചെയ്യാൻ വന്നതുമില്ല, കോളേജിനെ ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ അവനാണ് അൺഇൻഫോംഡ് ലോങ് ആബ്സെൻസ്. അവൻ്റെ റൂൾസുകൾ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിതിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ആയി വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ, സ്റ്റാർട്ടപ്പ് ഒക്കെ ഉള്ളവരുണ്ടാവില്ലേ, അവർ ഇത് അറിഞ്ഞിരിക്കണമല്ലോ നേരത്തെ. ആബ്സെൻറ്റ് 20 വർക്കിംഗ് ഡേയ്സ് വിത്തൗട്ട് റിട്ടേൺ നോട്ടീസ് ടു പ്രിൻസിപ്പളിന് 20 ദിവസത്തിന് മുന്നേ നമ്മൾ ആബ്സെൻ്റ് ആയി, 20 വർക്കിംഗ് ഡേയ്സും കൂടി ആബ്സെൻ്റ് ആയി, ആരോട് പറഞ്ഞതുമില്ല, പ്രിൻസിപ്പാളിനോട് ഒരു റിട്ടേൺ നോട്ടീസ് കൊടുക്കാത്തതുകൊണ്ട് ക്ലാസിഫൈഡ് ആസ് അൺഇൻഫോംഡ് ലോങ് ആബ്സെൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. പ്രിൻസിപ്പൽ മസ്റ്റ് സെൻഡ് നോട്ടീസ് ടു സ്റ്റുഡൻറ്റ് പാരൻറ്റ് ഗാർഡിയൻ വിത്തിൻ 15 വർക്കിംഗ് ഡേയ്സ് ബൈ രജിസ്റ്റേർഡ് ലെറ്റർ ഓർ ഇമെയിൽ പ്ലസ് ഇമെയിൽ ആയിട്ട് പ്രിൻസിപ്പൾ അയക്കും. ഇനി റീജോയിൻ ചെയ്യാൻ അയക്കണം എന്നുള്ളത് 15 ദിവസം മുന്നേ അറിയിക്കും. ഓക്കെ, വിത്തിൻ 15 ഡേയ്സ് ആണ്. കോപ്പി ഓഫ് നോട്ടീസ് പ്ലസ് പ്രൂഫ് ഓഫ് സ്റ്റുഡൻറ്റ് ഡിഡിൻ റിട്ടേൺ 20 ഡേയ്സ് അപ്ലോഡ് യൂണിവേഴ്സിറ്റി പോർട്ടലിലോട്ട് അപ്ലോഡ് ചെയ്യും. സ്റ്റാറ്റസ് ടേക്ക് എഫക്റ്റ് ഓൺലി ആഫ്റ്റർ ദ യൂണിവേഴ്സിറ്റി അപ്രൂവൽ. യൂണിവേഴ്സിറ്റിൻ്റെ ഫൈനൽ അപ്രൂവലിൻ്റെ അനുസരിച്ച് സ്റ്റാറ്റസ് എന്ത് ചെയ്യും, എഫക്റ്റിൽ വരും. ഓക്കെ, അടുത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? നോട്ട് എലിജിബിൾ ഫോർ പ്രൊമോഷൻ ഓഫ് നെക്സ്റ്റ് സെമസ്റ്റേഴ്സ് വിത്ത് ഫീസ്. അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത സെമസ്റ്ററിലോട്ട് അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, കയറി ഇരിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ. അടുത്ത സെമസ്റ്ററിലോട്ട് കയറി ഇരിക്കാൻ പറ്റില്ല, നോട്ട് എലിജിബിൾ ആണ്, അവർ എലിജിബിൾ അല്ല. അടുത്ത അതിനെന്താണ്? റീജോയിനിങ് ആഫ്റ്റർ പ്രൊമോഷൻ ടു ദ നെക്സ്റ്റ് സെമസ്റ്റർ അലോങ് വിത്ത് പേസ്. അതായത് അവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീമിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുകളിലോട്ട് കയറി ഇരിക്കാൻ പറ്റില്ല എന്നാണ്, അതിന് എലിജിബിൾ അല്ല എന്നർത്ഥം. ഇങ്ങനെ ഈ ലോങ് ആബ്സെൻസ് ഉള്ളവന്, അൺഇൻഫോംഡ് ലോങ് ആബ്സെൻസ് ഉള്ളവന്. ഓക്കെ, റീജോയിനിങ് ആഫ്റ്റർ അൺഇൻഫോംഡ് ലോങ് ആബ്സെൻസ് എക്സെപ്റ്റ് ഫസ്റ്റ് ഇയറിൻ്റെ ഒഴികെ ക്യാൻ റീജോയിൻ വിത്തിൻ 1 ഇയർ ഓഫ് ബീയിങ് മാർക്കഡ്. ഫസ്റ്റ് ഇയർ ഒഴികെ ബാക്കി എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ്. ഇപ്പോൾ മറ്റേ സ്റ്റാർട്ടപ്പിനൊക്കെ നമുക്ക് 3rd ഇയർ മുതലേ പോകാൻ പറ്റുള്ളൂ. മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഒഴികെ ബാക്കി എല്ലാ ഇയറിലും എന്താണ്, ക്യാൻ റീജോയിൻ വിത്തിൻ 1 ഇയർ ഓഫ് ബീയിങ് മാർക്കഡ്. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, നമുക്ക് റീജോയിൻ ചെയ്യാം. ഫസ്റ്റ് ഇയറിന് എന്ത് ചെയ്യാം, ക്യാൻ റീജോയിൻ ഇഫ് റിക്വസ്റ്റ് ഈസ് മെയ്ഡ് വിത്തിൻ 2 months ബട്ട് നോട്ട് അലൗഡ് ഇഫ് റിക്വസ്റ്റ് ആഫ്റ്റർ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് സെക്കൻഡ് സെമസ്റ്റർ. അതായത് അവർക്ക് എപ്പോൾ റീജോയിൻ ചെയ്യാം, ഈ റിക്വസ്റ്റ് ഈസ് മെയ്ഡ് വിത്തിൻ 2 months, 2 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കയറിയിരിക്കാം. ബട്ട് നോട്ട് അലൗഡ് ഇഫ് റിക്വസ്റ്റ് ഈസ് ആഫ്റ്റർ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് സെക്കൻഡ് സെമസ്റ്റർ. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ പറ്റില്ല എന്ന്, ഈസ് ആഫ്റ്റർ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, rejoining of the first year students are permitted to rejoin if they submit a rejoining request within the maximum period of 2 months. 2 മാസം ആണ് മാക്സിമം പീരീഡ്. അതിൻ്റെ ഉള്ളിൽ ആഫ്റ്റർ ബീയിങ് മാർക്ക്ഡ് ആസ് അൺഇൻഫോംഡ് ലോങ് ആബ്സെൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, റീജോയിൻ ചെയ്യാൻ പറ്റും. അവർ ദേ ഷോൾ നോട്ട് ബി പെർമിറ്റഡ് ടു റീജോയിൻ ഇഫ് ദേ സബ്മിറ്റ് ദ റിക്വസ്റ്റ് ആഫ്റ്റർ ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ സ്പെസിഫൈഡ് ഇൻ ദ സെക്കൻഡ് സെമസ്റ്റർ അക്കാദമിക് കലണ്ടർ. ഓക്കെ, അക്കാദമിക് കലണ്ടറിലത്തെ സെക്കൻഡ് സെമസ്റ്ററിൽ ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ടാണ് നോക്കാമെന്നാണ് അർത്ഥം. ഓക്കെ, അതിനെന്തുണ്ട്, റീജോയിനിങ്ങിന് ചെയ്യുമ്പോൾ നമ്മൾ ഫീ കൊടുക്കണം. റീജോയിനിങ് ഫീ ഫിക്സ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി മസ്റ്റ് ബി പെയ്ഡ് വെൻ റീജോയിനിങ് ഈസ് അപ്രൂവ്ഡ്. അടുത്ത റിമൂവൽ ഫ്രം റോൾ ലിസ്റ്റ്. ഇഫ് നോട്ട് റീജോയിൻ വിത്തിൻ അലൗഡ് ടൈം കോളേജ് ക്യാൻ റിമൂവ് നെയിം വിത്ത് യൂണിവേഴ്സിറ്റി അപ്രൂവലിനോട് കൂടി നമ്മളെ പേര് കോളേജ് വെട്ടും. പേര് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല, അവിടെ പഠിക്കാൻ പറ്റില്ല. പിന്നെയും ഒന്നേന്ന് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. അതാണ് ആ സമയത്തിനുള്ളിൽ എന്താണോ വന്നിരിക്കണം എന്നാണ്. കോളേജ് പേസ് നോ ക്യാൻസലേഷൻ ഫീ. ഇത് ക്യാൻസൽ ചെയ്യാനും വേണ്ടിയിട്ട് കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങരുതെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അതായത് നിങ്ങൾ റീജോയിൻ ചെയ്തില്ല, റീജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫീസ് കൊടുക്കണം. നിങ്ങൾ റീജോയിൻ ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ പേര് വെട്ടുകയാണെങ്കിൽ
അതിന് കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങരുതെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു. സന്തോഷം. സ്റ്റുഡൻറ് മസ്റ്റ് പേ ഫീ ഫോർ ക്യാൻസലേഷൻ ഓർ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകേണ്ടി വന്ന് നമ്മൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മൾ പേ ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടി യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനിയും കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 13 സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കി. നമുക്ക് ടോട്ടൽ 25 ഉണ്ട്. അപ്പോൾ നമ്മൾ പകുതി എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന സെഷൻസിൽ ഇതാക്കാം. അപ്പോൾ ഒന്നുമില്ല, പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലും എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് അറിഞ്ഞിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടിയാണ് കാണുന്നത്. ഇപ്പം നമ്മളിന്നും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിഞ്ഞു. ചലഞ്ച് കോഴ്സിനെ പറ്റി അറിഞ്ഞു, സ്റ്റാർട്ടപ്പ് ഐഡിയാസിനെ പറ്റി, മീൻസ് ബ്രേക്ക് ഓഫ് സ്റ്റഡിനെ പറ്റി പറഞ്ഞു. അതൊക്കെ വളരെ നല്ല കാര്യമായിരുന്നു. എങ്ങനെ റീജോയിൻ ചെയ്തിട്ടില്ലെങ്കിലുള്ള ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബിടെക് ഡിഗ്രി കിട്ടാനുള്ളത് പറഞ്ഞു, ആക്ടിവിറ്റി പോയിന്റ് എങ്ങനെ കിട്ടുന്നത് പറഞ്ഞു, CGP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, SGP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.